ഫാനായി. എനിക്ക് തോന്നുന്നു തേരാപ്പാരുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് ആണ് കണ്ടത്. ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ്സ് എല്ലാം കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ആ കണ്ടന്റിൽ ഭയങ്കര ഹുക്ഡായി. അപ്പോൾ ഈ കൈൻഡ് ഓഫ് ലൈക്ക് നമുക്ക് ഇവരായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്തോലോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ കരിക്കിനെ അപ്രോച്ച് ചെയ്തു, നിഖിലുമായിട്ട് ഫൗണ്ടറായിട്ട് അപ്രോച്ച് ചെയ്തു. ഇന്ന് നമ്മുടെ എട്ടെക്കിനുള്ള ഒരു അവയർനെസ് അന്ന് കുറവായിരുന്നു. അന്ന് ബൈജു ഉണ്ടായിരുന്നു, ബൈജുവിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ നമ്മളും എൻട്രി എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നത്, സത്യം പറഞ്ഞാൽ എൻട്രി എന്താന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുക ബൈജു പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണോ എന്നുള്ള. അപ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞാൽ ബൈജൂസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ അവയർനെസ് ആയിരുന്നു ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഒരു ഡേ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാൾസിൽ ഭയങ്കരമായിട്ട് സ്പൈക്ക്, നല്ല രീതിയിൽ സ്പൈക്ക് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു നോർമലി ഒരു 1000 അല്ലെങ്കിൽ ലെസ് ദാൻ 1000 വരുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് 8000+ സ്പൈക്ക് വന്നിട്ട്. അപ്പോൾ അത് നോക്കിയ സമയത്ത് നമ്മൾ പാകിസ്ഥാനിലെ അലക്സ റാങ്കിങ്ങിൽ 5th റാങ്കിങ് ഉണ്ടായിരുന്ന ഒരു വെബ്സൈറ്റ് നമ്മളെ ഫീച്ചർ ചെയ്തായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു ഇന്റേൺഷിപ്പ് പീരിയഡിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ലൈക്ക് വൺ ഓഫ് ദ ഒരു സക്സസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞായിരുന്നു, ഒരു വലിയ എൻജിൻ്റെ ഒരു സ്ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നേക്കാളും ബെറ്റർ ഒരു ചെറിയൊരു മോട്ടറിൻ്റെ ഒരു ഷാഫ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഒരു മെൻറ്റർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അത് തന്നെയാണ് ബേസിക്കലി ലൈക്ക് ഞാൻ കൈൻഡ് ഓഫ് ലൈക്ക് വലിയൊരു MNCയിലേക്ക് പോകണ്ടെന്നുള്ളൊരു ഡിസിഷൻ ഫൈനൽ ഇയറിലേക്ക് എത്തിപ്പെടാൻ കാരണം. ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ കെയർ റവന്യൂ എന്ന കമ്പനിയാണ്. കെയർ റവന്യൂ എന്ന് പറയുകയാണെങ്കിൽ കെയർ സ്റ്റാക്ക് എന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. കെയർ സ്റ്റാക്കിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള അർജുൻ സതീഷ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. കെയർ റവന്യൂ ഡെന്റൽ പ്രാക്ടീസസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് കേരളത്തിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെല്ലിംഗ് ഗ്ലോബലി ഫ്രം കേരള. ഇവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ട്. വേറെ പുതിയൊരു ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ് റിയലി റിയലി വെൽ. അപ്പോൾ ഇവർ ഹയറിംഗ് ആണ്, പല പോസ്റ്റുകളായിട്ട് ഹയറിംഗ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ കെയർ ഹാക്കത്തോൺ ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ. നമുക്ക് പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഹൽവ വെച്ച് തുടങ്ങാം. ഇത് ഫുൽവാൻ എന്ന ബ്രാൻഡാണ്. കോഴിക്കോട് കാലിക്കറ്റ് കസിൻസ് നമുക്ക് അയച്ചതാണ്. അപ്പോൾ ഇത് പ്രീമിയം ഹൽവയാണ്. 24 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗസ്റ്റിനായിട്ട് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓരോന്ന് കഴിക്കും. അപ്പോൾ ഇപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെയാണ്. ബാക്കിയുള്ള ഈ ക്രൂ കുറച്ച് കഴിച്ചു. ഇതിൽ ഒരെണ്ണം പിക്ക് ചെയ്തോ, നമുക്ക് കഴിച്ചു വിടാം. ഗ്രീൻ ചില്ലി എരിവ് കഴിക്കണ്ട. ഓക്കെ സെറ്റ്. അപ്പോൾ ഞാനപ്പോൾ പാഷൻ ഫ്രൂട്ട് ഓക്കെ നമ്മൾ കഴിക്കാൻ പോകണം. ഒരു കത്തി തരും. അപ്പോൾ താങ്ക് യു ഫൽവ ഫോർ സ്പോൺസറിങ് ദ ഇത്. ഓക്കെ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഫൽവ ചെക്കൗട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്കൗട്ട് ചെയ്യുക. അവർ അക്രോസ് കേരള ഡെലിവറി സർവീസസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ചെക്കൗട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഗിഫ്റ്റിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഫൽവ പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ ക്ലാസിക് യെല്ലോയിസ് നോർമൽ അത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ടാണ്. ഇവർ പല ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, പിസ്ത, പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഒരു 24 ഉണ്ട്. ഇവർ നമ്മുടെ മീറ്റപ്പിൽ ഒരു ദിവസം വന്നിട്ട് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ലൈക്ക് കമ്മ്യൂണിറ്റീസിലാണെന്നുണ്ടെങ്കിലും ദേ ആർ ലൈക്ക് എ D2C മോഡൽ. അതെ അതെ. ഇപ്പോൾ അടുത്തൊരു ഫണ്ടിങ് കിട്ടിയായിരുന്നു. മനോരമേൻ്റെ ഒരു പ്രോഗ്രാമിൽ എലവേറ്റ് പോയിട്ട് 10 lakh ഫണ്ടിങ് രാഹുൽ മാമൻ ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. ഹായ് ഓൾ, വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മുടെ ഇപ്പോൾ ഉള്ളത് ശരത്താണ്. ശരത്ത് എൻട്രി ആപ്പിൻ്റെ ഹെഡ് ഓഫ് ഗ്രോത്ത് ആണ്. അതായത് എൻട്രി ആപ്പിൽ നമ്മൾ ഹിസാമും രാഹുലായിട്ടും പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. 1000+ എംപ്ലോയീസ് ആണ്. ആൻഡ് ശരത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗ്രോത്ത് ഹയർ ആയിരുന്നു.
ആൻഡ് ഓവർ ദ ലാസ്റ്റ് 8 years എൻട്രി ഗോൺ ചെയ്ത എല്ലാ ഗ്രോത്തും നമുക്ക് ഈ പോഡ്കാസ്റ്റിൽ അൺകവർ ചെയ്യാം. അനദർ ബെസ്റ്റ് തിങ് ഈസ് ജി സി തൃശ്ശൂർ അലുമിനിയാണ്. ഞാനും ജി സി തൃശ്ശൂർ തന്നെ പഠിച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് എ ടോക്കിംഗ് ടു എ സീനിയർ ഈ ഒരു പോഡ്കാസ്റ്റിൽ. ആൻഡ് വെൽക്കം ശരത് ടു KPH പോഡ്കാസ്റ്റ്. താങ്ക്സ് ഫെലിക്സ്. എൻട്രിയിലുള്ള ഒരു ഗ്രോത്തിലുള്ള ജോബായിരുന്നു, റോളായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എവല്യൂഷൻ എന്തായിരുന്നു സിൻസ് സ്റ്റാർട്ട് പറയുകയാണെങ്കിൽ? ഇപ്പോൾ എവിടെ എത്തിക്കുന്നത്? ഞാൻ 2017 എൻട്രിയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എൻട്രി ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു. ഇനീഷ്യലി ലൈക്ക് എൻട്രി വാസ് എ B2B ബേസ്ഡ് കമ്പനി. അപ്പോൾ B2C സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ലൈക്ക് ഐ വാസ് ഹാൻഡ്ലിങ് ലൈക്ക് എവറിത്തിങ്. ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് ഗ്രോത്ത് ഈസ് ആക്ച്വലി ലൈക്ക് ഓണിങ് complete like AAA RRR funnel, starting from awareness to brand awareness to user acquisition, activation, engagement, like including like revenue and referrals. So a complete like funnels growth is actually handling. So currently like we have like 100+ team members inside growth team. Wow. Alone. So starting like we are actually like handling brand awareness to user acquisition, even like conversions laanennundengilum like we are doing like different kind of like campaigns. So we have like sales team as well, but along with that we are also like doing multiple campaigns to increase the revenue to the company. So a complete funnel obviously like growth on cheyannullana, especially like adinte strategies um karyangalum. Yeah, so that's how like even like എൻട്രിയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും റിലേറ്റഡ് ടു ദാറ്റ് ആണ്. നമ്മളുടെ എപ്പിസോഡിലാണ് AAA RRR എന്ന രീതിയിൽ പറയാറുണ്ട്. ഓൺ ഈച്ച് പ്രൊഡക്ട്സ് വാട്ട് ആർ ദ AAA രീതിയിലുള്ള ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് വിൽ ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. ബിഫോർ ദാറ്റ് GC തൃശ്ശൂർ അലുമിനി ആണല്ലോ. സോ ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ എങ്ങനെയുണ്ട് കോളേജ് ലൈഫ് എന്ന് പറയാൻ ആൻഡ് ഇവൻച്വലി ഇതിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഒരു രീതി. എൻ്റെ ലൈഫിൽ ഒബ്വിയസ്ലി എല്ലാ GC തൃശ്ശൂർ അലുമിനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് 4 years ആയിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ പഠിച്ചത് സ്കൂളിങ് ഐ മീൻ നാട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ തൃശ്ശൂർ തന്നെയായിരുന്നു സ്കൂളിങ് ചെയ്തത്. PC തോമസ് മാസ്റ്റർ അവിടെ എൻട്രൻസ് കോച്ചിങ്ങും പിന്നെ സെൻറ്റ് തോമസിൽ +1 +2 ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ ആ 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഐ മീൻ ലൈഫിൽ കുറച്ച് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് പഠിത്തം എന്നുള്ള ലെവലിൽ മാത്രമായിരുന്നു. ദെൻ കോളേജിലേക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ കോളേജ് എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര ഫ്രീഡായിരുന്നു. അപ്പോൾ 2 വർഷം കൈൻഡ് ഓഫ് ലൈക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് മാത്രം. ദെൻ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്രീഡായിരുന്നു. എവൺ ഞങ്ങളുടെ ബാച്ചാണെന്നുണ്ടെങ്കിലും കുറച്ച് ലക്കി ബാച്ച് 2012-16 ബാച്ചായിരുന്നു. അപ്പോൾ കോളേജിൽ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം ദ്യുതി ഐ മീൻ നമ്മുടെ ടെക് ഫെസ്റ്റ് ഒക്കെ ഫസ്റ്റ് ഞങ്ങൾ കോളേജിൽ എൻ്റർ ചെയ്ത സമയത്താണ് ടെക് ഫെസ്റ്റ് എല്ലാം ഉണ്ടായത് 2012. അപ്പോൾ പിന്നെ അവൻ കുറേ അധികം ഇവൻസും എല്ലാം ആയിട്ടായിരുന്നു. 4 years ഭയങ്കര അടിപൊളിയായിരുന്നു. ഇപ്പോൾ അവൻ എൻ്റെ ഈ ഒരു ലൈഫ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് 4 years തന്നെയായിരുന്നു GC തൃശ്ശൂരിൽ. ബട്ട് അഗെയിൻ ക്ലാസ്സുകളുള്ളതിനേക്കാളും കൂടുതൽ ക്ലാസ്സിന് പുറത്തായിരുന്നു ടൈം സ്പെൻഡ് ചെയ്തതെന്ന് തന്നെ പറയാം. കാരണം കുറേ അധികം ഓർഗനൈസേഷൻസിലൊക്കെ പാട്ടായിരുന്നു. ലൈക്ക് IEEE NSS ഒക്കെ പോലുള്ള ഓർഗനൈസേഷൻസിലൊക്കെ ഒരുപാട് ആക്റ്റീവായിരുന്നു കോളേജ് സമയത്ത്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സമയത്താണ് 2014 ഞാൻ ജോയിൻ ചെയ്യുന്നത് GC തൃശ്ശൂർ. എനിക്ക് തോന്നുന്നു ഫെലിക്സും IEEE ഇനീഷ്യലി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇല്ല, ഞാൻ IEEE അഗെയിൻസ്റ്റ് ആയിരുന്നു. ബട്ട് എനിവേ ഞാൻ റിലേറ്റ് ചെയ്ത് സംസാരിച്ചായിരുന്നു. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിവേ ലൈക്ക് ബേസിക്കലി അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി റൈറ്റ്. ഇപ്പോൾ ആ കമ്മ്യൂണിറ്റി വഴി നമുക്ക് ഒരുപാട് നെറ്റ്വർക്ക്സും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. എവൺ ഇപ്പോൾ വാട്ടെവർ ലൈക്ക് ഇപ്പോൾ IEEE NSS എന്തോ ആയിക്കോട്ടെ, ആ കോളേജ് ലൈഫിൽ എനിക്ക് ക്ലാസ്സിലുള്ളതിനേക്കാളും ഒരുപാട് ലേണിങ്സ് പുറത്തുനിന്നാണ് കിട്ടിയേക്കുന്നത് ത്രൂ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇപ്പോൾ IEEE നമ്മൾ ഒരുപാട് ഇവൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. ഇവൻ കോളേജിനും കോളേജിൻ്റെ പുറത്തും ഒരുപാട് ഇവൻറ്റ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇവൻറ്റ്സ് നടത്തിയ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇവൻ നമ്മുടെ ലീഡർഷിപ്പ് മാനേജ്മെൻറ്റ് സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്നത് ക്ലിയർലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഈസിയാണോ? ട്രിപ്പിളി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള വലിയ അവയർനെസ് ഇല്ല. അതിലെന്താ പഠിക്കാൻ പോകുന്നത് അങ്ങനത്തെ ഒന്നും അവയർനെസ് ഇല്ല. കാരണം
നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊന്നും കുറവായിരുന്നു. ഇതുപോലത്തെ പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നില്ല അന്ന്. അതെ, ഇതുപോലത്തെ ഇൻ്റർനെറ്റും ഇതൊന്നും ഇത്രയധികം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ട്രിപ്പിളിലേക്ക് എത്തിപ്പെട്ടതാണ്. പക്ഷേ ഒരു ലെവല് മനസ്സിലായപ്പോൾ, അതായത് ഇങ്ങനത്തെ കുറേ അധികം ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അമ്മ ഈ കമ്മ്യൂണിറ്റീസ് വഴി നമുക്ക് കോളേജിൽ മാത്രമല്ല കോളേജിൻ്റെ പുറത്തും ഇൻഡസ്ട്രി ലീഡേഴ്സൊക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ IEEE വഴിയുള്ള ഏറ്റവും എനിക്ക് ഉണ്ടായ ബെനിഫിറ്റ് അത് തന്നെയാണ്. കുറേ അധികം ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ട് കോളേജ് മുതൽ തന്നെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ കുറേ അധികം ഇൻസൈറ്റ്സ് കിട്ടാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു അന്ന് ഓർമ്മയുണ്ടോ? ഒബ്വിയസ്ലി ഇപ്പോൾ സുരേഷ് നായർ സാറ് നെസ്റ്റിൻ്റെ CTO ആയിരുന്നു. സിമിലർലി ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ടായിരുന്നു. ഷാഹിൻ ബേക്കർ, അജിൻ, വിജയ്, അങ്ങനത്തെ ഒരുപാട് കുറേ സീനിയേഴ്സ് ആയിട്ടുള്ളായിരുന്നു, അവർ ഓൺടർപ്രണേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരായിട്ട് പെവൻ ഷാഹുലായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. പെവൻ എനിക്ക് തോന്നുന്നു രാഹുൽ, ഞങ്ങളുടെ കോഫൗണ്ടർ രാഹുലായിട്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത് രാഹുൽ ഐ തിങ്ക് കോളേജ് ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഫസ്റ്റ് വർക്ക്ഷോപ്പ്, അതായത് എനിക്ക് ഫസ്റ്റ് ഞാൻ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത് രാഹുലിൻ്റെയാണ്. അത് വേർഡ് പ്രസ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്നത് രാഹുലിൻ്റെ. അപ്പോൾ അങ്ങനത്തെ കുറേ അധികം ലേണിങ്സ് ഈ കമ്മ്യൂണിറ്റീസ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് ഇൻട്രസ്റ്റ്. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആ കോളേജ് സമയത്ത് എനിക്ക് തോന്നുന്നു മോർ ദാൻ റൂം അല്ലെങ്കിൽ അക്കാഡമിക്സിനേക്കാളും ഈ ഒരു കമ്മ്യൂണിറ്റീസിലെല്ലാം ആക്റ്റീവ് ആയത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോളേജിൽ തേർഡ് ഇയർ ഫൈനൽ ഇയർ അപ്പോൾ പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് സ്റ്റാർട്ടപ്പ് വേൾഡിലേക്ക് എത്തിയത്? ഞാൻ സത്യം പറഞ്ഞാൽ പ്ലേസ്മെന്റ് അങ്ങനെ ഇരുന്നിട്ടില്ല എന്നുള്ളത് സത്യം. പ്ലേസ്മെന്റ് എനിക്ക് തോന്നുന്നു TCSന്റെ മറ്റേ ആപ്റ്റിറ്റ്യൂഡ് എന്തോ എഴുതിയെന്നല്ലാതെ പ്ലേസ്മെന്റ് സത്യം പറഞ്ഞാൽ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കമ്മ്യൂണിറ്റീസൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ അധികം കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതുവഴിയുള്ള ഒരു വൺ ഓഫ് ദ മെൻറ്റേഴ്സ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റീസും IEDC ഒക്കെ നമ്മുടെ കോളേജിൽ എനിക്ക് തോന്നുന്നു IEDC ഒക്കെ ആ സമയത്താണ് 15ലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫെലിക്സ് ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ. അപ്പോൾ ആ സമയത്ത് തന്നെ സ്റ്റാർട്ടപ്സിനോട് നല്ല രീതിയിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളും കുറച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു. അത് സക്സസ്ഫുൾ അല്ല. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ നമ്മുടെ എപ്പോഴും പറയാറില്ലേ, ലൈക്ക് വി ആർ ദ ആവറേജ് ഓഫ് ലൈക്ക് 5 പീപ്പിൾ അറൗണ്ട് അസ് എന്ന് പറയാറില്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റും കുറേ അധികം ഓൺടർപ്രണേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് മോഹം അപ്പോഴും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ലൈക്ക് സ്റ്റാർട്ടപ്പ് കൾച്ചേഴ്സും അവിടെ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറും അങ്ങനത്തെയൊക്കെ ഒരു ഡിസ്കഷൻസും എല്ലാം എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെയും ആഗ്രഹം, അപ്പോൾ എൻ്റെ ഒരു മെൻറ്റർ പറഞ്ഞായിരുന്നു, ഒരു വലിയ എൻജിൻ്റെ ഒരു സ്ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നേക്കാളും ബെറ്റർ ഒരു ചെറിയൊരു മോട്ടറിൻ്റെ ഒരു ഷാഫ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് എൻ്റെ ഒരു മെൻറ്റർ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അത് തന്നെയാണ് ഇപ്പോൾ ബേസിക്കലി ലൈക്ക് ഞാൻ കൈൻഡ് ഓഫ് ലൈക്ക് വലിയൊരു MNCയിലേക്ക് പോകണ്ടെന്നുള്ളൊരു ഡിസിഷൻ ഫൈനൽ ഇയറിലേക്ക് എത്തിപ്പെടാൻ കാരണം. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ ഫൈനൽ ആയപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു വാട്ട് യു വാണ്ട് ടു ഡു എന്നുള്ള ക്ലാരിറ്റി ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിൽ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഐ ഹാവ് ഡൺ ഈസ് ലൈക്ക് ഇന്റേൺഷിപ്സ് ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് ടൈമിലാണ് ഞാൻ പ്ലേസ്മെന്റിൽ ഇരുന്നില്ല. അതിന് പകരം ഞാൻ ഇന്റേൺഷിപ്പ്, ഞാൻ ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്തു. ഒരു ടെക് സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ അവിടെ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ജോബ്, അവിടെ തന്നെയാണ്. അപ്പോൾ ആ കമ്പനിയിലേക്ക് ഇന്റേൺഷിപ്പ് കിട്ടാനും ബേസിക്കലി കമ്മ്യൂണിറ്റീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലൈക്ക് എനിക്ക് ഇപ്പോൾ IEEEലുള്ള IEEE ഉണ്ടായിരുന്ന ഒരു സീനിയർ ആയിരുന്നു, ആളതിൻ്റെ ടെക് ലീഡായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഈ കമ്മ്യൂണിറ്റി തന്നെയാണ്
ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ജോബ് എങ്ങനെയായിരുന്നു, ദെൻ അവിടുത്തെ ലേണിങ്സ് എങ്ങനെയാണ്, പിന്നെ എങ്ങനെ എൻട്രിയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഇന്റേൺഷിപ്പ് സമയത്ത് ബേസിക്കലി വാട്ട് ഹാവ് ഡൺ ദർ ഇസ് ലൈക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അല്ല. അന്നതിന് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നു കൈൻഡ് ഓഫ് ലൈക്ക് അഫിലിയേറ്റ് എന്നൊക്കെ ഉള്ള ലെവലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് കൂടുതലും ലൈക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആ പെർസ്പെക്റ്റീവ് ആയിരുന്നല്ലോ. അന്ന് നമ്മൾ കൂടുതലും ബ്ലോഗ്സും അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡ്യൂറിങ് ദ ഇന്റേൺഷിപ്പ് ടൈം എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു 300+ ബ്ലോഗ്സും അങ്ങനത്തെ വെബ്സൈറ്റ്സൊക്കെ ആയിട്ട് അപ്രോച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയൊരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ urdu.com എന്ന് പറഞ്ഞിട്ട് urdu.com ഓർ ഉറുദു പാൻ, ഐ എം നോട്ട് റിമെമ്പറിങ് ദ എക്സാക്ട് ഡൊമൈൻ. നമ്മളങ്ങനെ കുറേ അധികം ആൾക്കാർക്ക് റീച്ച് ഔട്ട് ചെയ്യാന്നുള്ളതാണ് വിത്ത് ലൈക്ക് എന്താണ് നമ്മുടെ കണ്ടന്റ് അവിടെ ലിങ്ക് ചെയ്യാൻ, പ്രൊഡക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്. നമ്മളൊരു ഫ്രീ പ്രൊഡക്റ്റും കാര്യം നമ്മൾ ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഒന്നും ആ സമയത്ത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു ഫ്രീ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അവരാരും പേയ്മെൻറ്റ് ചെയ്തിട്ടല്ല ഇതാക്കിയത്. കംപ്ലീറ്റ്ലി ലൈക്ക് ഫ്രീ ആയിട്ടായിരുന്നു. നമ്മൾ പേയ്മെൻ്റ് അല്ലായിരുന്നു, കംപ്ലീറ്റ്ലി ലൈക്ക് ഫ്രീ ആയിട്ടായിരുന്നു അവരെല്ലാവരും ചെയ്തിരുന്നത്. സോ ആ രീതിയിലായിരുന്നു നമ്മളെ പിച്ചും ആ രീതിയിലായിരുന്നു, നമ്മളും ഫ്രീ ആയിട്ടാണെന്നുള്ള രീതിയിൽ. അപ്പോൾ കുറേ അധികം വെബ്സൈറ്റ്സ് എല്ലാം നമ്മളെ ഫീച്ചർ ചെയ്തു. അപ്പോൾ ഒരു ഡേ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റാൾസിൽ ഭയങ്കരമായിട്ട് സ്പൈക്ക്, നല്ല രീതിയിൽ സ്പൈക്ക് ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു നോർമലി ഒരു 1000 അല്ലെങ്കിൽ ലെസ് ദാൻ 1000 വരുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് 8000+ സ്പൈക്ക് വന്നിട്ട്. അപ്പോൾ അത് നോക്കിയ സമയത്ത് നമ്മൾ പാകിസ്ഥാനിലെ അലക്സ റാങ്കിങ്ങിൽ 5th റാങ്കിങ് ഉണ്ടായിരുന്ന ഒരു വെബ്സൈറ്റ് നമ്മളെ ഫീച്ചർ ചെയ്തായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു ഇന്റേൺഷിപ്പ് പീരിയഡിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയ ലൈക്ക് വൺ ഓഫ് ദ ഒരു സക്സസ് ആയിരുന്നു. ദെൻ ആ ഇന്റേൺഷിപ്പ് എനിക്ക് ഭയങ്കര രസമായിരുന്നു. അപ്പം നമ്മുടെ എനിക്ക് അറിയായിരുന്നു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ല എൻ്റെ ഫീൽഡ് എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു 1-2 സ്റ്റാർട്ടപ്സിൽ സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്സിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്സും പ്രോജക്ട്സും ഒക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് അത്രത്തോളം അതിലോടൊരു അതായത് ഇലക്ട്രിക്കലോട് ഒരു ഇൻട്രസ്റ്റ്, ഒരു പാഷൻ വന്നില്ല. ബട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു നാച്ചുറലി നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗ്രോത്ത്, ബിസിനസ് അങ്ങനത്തെ പെർസ്പെക്റ്റീവിലാണ് എനിക്ക് ആ ഒരു പാഷൻ ദാൻ ലൈക്ക് ഇംപ്ലിമെന്റിങ് ലൈക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളതിനേക്കാളും ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് കുറച്ചും കൂടി എനിക്ക് എൻ്റെ പാഷൻ കണ്ടെത്താൻ പറ്റിയത്. അത് ഒബ്വിയസ്ലി ഈ ഇന്റേൺഷിപ്സ് കോളേജ് ടൈമിലുള്ള ഇന്റേൺഷിപ്സും പ്രോജക്ട്സും ഒക്കെ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഇയർ നൗ ഈസ് ദ ഫസ്റ്റ് ജോബ്, അതിലുള്ള ലേണിങ്സ് ദെൻ ഇവൻച്വലി എൻട്രിയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ജോബ് എൻഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്ടെക് സ്റ്റാർട്ടപ്പ് തന്നെ ആയിരുന്നു. അപ്പോൾ അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഏകദേശം 28 ലാംഗ്വേജസിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എത്തിപ്പെട്ട സമയത്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, മാർക്കറ്റിംഗ് അവർ ചെറിയ രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി. ബട്ട് അഗെയിൻ ഞാനതിൻ്റെ യൂസർ അക്വിസിഷൻ ആയിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. അവിടെ നമ്മൾ ഏകദേശം 28 ലാംഗ്വേജസിലായിരുന്നു യൂസർ അക്വിസിഷൻ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇൻക്ലൂഡിങ് അപ്പോൾ ലാംഗ്വേജസിൽ ക്യാമ്പയിൻസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമുക്കതിൽ മാർക്കറ്റിംഗ് കോസ്റ്റിൽ നല്ല രീതിയിൽ വ്യത്യാസം കാണാം. എല്ലാവരും ഇംഗ്ലീഷിലാണ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക, ബട്ട് യു ആർ ലൈക്ക് ഡിഫറെന്റ് ലാംഗ്വേജസിലേക്ക് ഈ പറഞ്ഞ അതിൻ്റെ ഒരു സയൻസ് ഇത്രയേ ഉള്ളൂ ബേസിക്കലി. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ലാംഗ്വേജസിൽ ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണുന്നേക്കാളും നമ്മുടെ മലയാളത്തിലൊരു കണ്ടന്റ് കാണുന്ന സമയത്ത് അതിന് നമ്മൾ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെയാണ് അന്ന് ഏകദേശം 28 ലാംഗ്വേജസിലായിരുന്നു പ്രൊഡക്റ്റ് ഉള്ളത്. അവരുടെയും വിഷൻ അതായിരുന്നു ബേസിക്കലി ലൈക്ക് ഇംഗ്ലീഷ് അവരുടെ സ്വന്തം മദർ ടങ്ങിൽ പഠിപ്പിക്കുക എന്നുള്ള പേഴ്സ്പെക്റ്റീവ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ അവരുടെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു അവിടെ പെർ ഇൻസ്റ്റാൾ കോസ്റ്റ് അറൗണ്ട് ലൈക്ക് 15 rupees ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അത് 1 rupee അല്ലെങ്കിൽ അതിൻ്റെ താഴേലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻട്രിയിലേക്ക് എത്തുന്ന ഒരു പാത്ത് എവിടെ വരുന്നത്? എൻട്രി ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ, ഐ തിങ്ക് 2017 എൻട്രി. 2015 ഒക്കെ ആവുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ബാക്ക് എൻഡ് വർക്കുകളൊക്കെ പതുക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ
എൻട്രി എനിക്ക് എപ്പോഴും ഫെമിലിയർ ആയിരുന്നു, എസ്പെഷ്യലി ലൈക്ക് ഷാഹുലും അവരൊക്കെ ആയിട്ട് ഭയങ്കര അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയതുകൊണ്ട്. എസ്പെഷ്യലി ആൾ ബാംഗ്ലൂരൊക്കെ ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത് ഫസ്റ്റ് കമ്പനി. അപ്പോൾ ബാംഗ്ലൂർ വരുന്ന സമയത്ത് നമ്മുടെ റൂമിലൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിസ്കഷനിലൊക്കെ എൻട്രിയും ഭയങ്കര നമ്മുടെ ടീമെല്ലാം ഞാൻ ഭയങ്കര അതിനെക്കുറിച്ചിട്ടൊക്കെ ഭയങ്കര അടിപൊളി ഒരു നല്ല ഫീഡ്ബാക്കും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി സ്വപ്നം കണ്ടിരുന്ന കുറച്ചും കൂടിയും ഒരു എൻ്റെ ഫസ്റ്റ് കമ്പനീനേക്കാളും കുറച്ചും കൂടി ഒരു ബെറ്റർ കൾച്ചറും കാര്യങ്ങളൊക്കെ എൻട്രിയിലുള്ള പോലെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ചെറിയ കമ്പനിയാണ്, അപ്പോൾ കുറച്ചും കൂടി ലേണിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഇംപ്രഷൻ എനിക്ക് ഇനിഷ്യലി കിട്ടിയായിരുന്നു. ബട്ട് അഗെയിൻ ഞാൻ ബാംഗ്ലൂർ വിട്ടിട്ട് പിന്നെ കൊച്ചിയിലൊരു എനിക്ക് കുറച്ചും കൂടി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറച്ചും കൂടിയും പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ ഓരോ ഫേസ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഇനീഷ്യലി പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്തത് കുറച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് എസ്പെഷ്യലി ലൈക്ക് ഡ്യൂറിങ് ദി ഇനീഷ്യൽ സ്റ്റേജ്, ഒരു സ്കെയിലിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിലോ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഫസ്റ്റ് കമ്പനിയിൽ ഇപ്പോൾ ഇനീഷ്യലി കുറച്ചധികം ക്യാമ്പയിൻസ് പോയി, പിന്നെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഐട്രേറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ കംപ്ലീറ്റ്ലി പോസ് ചെയ്തിട്ട് നമ്മൾ അപ്പാർട്ട് ഫ്രം ലൈക്ക് നമ്മുടെ വർക്ക് അല്ലാത്ത കുറേ അധികം കാര്യങ്ങളായിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. എവൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ അധികം കാര്യങ്ങൾ ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ആ ലേണിങ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. എവൻ ലൈക്ക് നമുക്ക് എവൻ വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്യവരെ നമ്മളന്ന് ചെയ്തായിരുന്നു, ലാൻഡിങ് പേജസ് എല്ലാം ബിൽഡ് ചെയ്യാൻ ചെയ്തായിരുന്നു. ബട്ട് ലേണിങ്സ് ഭയങ്കര അടിപൊളിയായിരുന്നു. ബട്ട് അഗെയിൻ എനിക്ക് കുറച്ചും കൂടിയും ഇതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും എസ്പെഷ്യലി ലൈക്ക് ഈ പെർഫോമൻസ് അങ്ങനത്തെ ഒരു ഏരിയയിലേക്ക് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ അഗെയിൻ ഞാനൊരു ഏജൻസി ജോബ് നല്ലതാണോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ ഞാൻ കൊച്ചിയിലേക്ക് വന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 5 months ഇവിടെ കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ഒരു ഏജൻസിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. ബട്ട് അഗെയിൻ പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഏജൻസിനേക്കാളും ഞാൻ സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് പ്രൊഡക്റ്റ് തന്നെയാണെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. ദെൻ എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ ഷാഹുൽ വഴി ഇവർ B2C സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്നെ ഒരു ഫ്രീലാൻസ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തതാണ്. അതായത് ഇതിൻ്റെ യൂസർ അക്വിസിഷൻ എല്ലാം ഫ്രീലാൻസ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തതാണ്. അങ്ങനെയാണ് ഇസാമിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞ് ഒരു ആഫ്റ്റർ ലൈക്ക് 1 month നമ്മൾ ഫ്രീലാൻസിങ് ഒന്നും സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ലൈക്ക് നമ്മൾ മൾട്ടിപ്പിൾ കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൈൻഡ് ഓഫ് ലൈക്ക് ഈ ഏജൻസി ജോബ് എനിക്ക് കൈൻഡ് ഓഫ് അത്ര ഹാപ്പി അല്ലായിരുന്നു. അപ്പം ഞാനതിങ്ങനെ പതുക്കെ ഇറങ്ങി ഇപ്പം എനിക്ക് ഞാൻ എക്സ്പെക്റ്റഡ് ലെവലിലൊന്നും അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് മോഹമാണെന്നുണ്ടെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സ്റ്റാർട്ട് എനിക്ക് ഓണസ്റ്റ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു MBA പഠിച്ചാലോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ ഞാൻ അങ്ങനെ കാറ്റ് കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ രണ്ടാമത് ഇസാംക്കായിട്ട് വീണ്ടും ഒരു ഡിസ്കഷൻ വന്നത്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ജസ്റ്റ് ടോണിക്കോയിൽ വെച്ചിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അത് ഈ കൈൻഡ് ഓഫ് ലൈക്ക് ഫ്രീലാൻസ് പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ കൈൻഡ് ഓഫ് ലൈക്ക് കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്, എന്താണ് ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അഗെയിൻ MBA പോയാലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് ഇസാം എൻ്റെ അടുത്ത് പറഞ്ഞു ബേസിക്കലി എനിക്ക് എന്തായാലും എൻ്റെ ആ ഒരു സ്റ്റാർട്ടപ്പ് മോഹങ്ങൾ എന്തായാലും ഉണ്ട്, ഓൺട്രപ്രണർഷിപ്പ് അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം 2 വർഷത്തെ MBA ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിരിക്കും 2 വർഷത്തെ സ്റ്റാർട്ടപ്പ് എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ആ രീതിയിൽ ഒരു ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പോൾ ഞാനതിൽ കൈൻഡ് ഓഫ് ലൈക്ക് കൺവിൻസ്ഡ് ആയിരുന്നു. എസ്പെഷ്യലി എനിക്ക് എൻട്രീനെ കുറിച്ചൊക്കെ ഓൾറെഡി ഒരു നല്ലൊരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ വരുന്ന സമയത്ത് കൈൻഡ് ഓഫ് ലൈക്ക് യൂസേഴ്സ് B2C യൂസേഴ്സ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, B2B എന്നുള്ള ലെവലിലുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. അന്ന് B2C അല്ലായിരുന്നു. അന്ന് B2B യൂസേഴ്സ് ഉണ്ടായിരുന്നു. B2C ഭയങ്കര നെഗ്ലിജിബിൾ ആയിരുന്നു. നമ്മൾ വന്നതിന് ശേഷമാണ് ക്യാമ്പയിൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് ക്യാമ്പയിൻസ് എന്തായിരുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് ടു ദ മേ ബി 1000 or 10,000 ഇൻസ്റ്റാൾസിലേക്ക് എത്താൻ? ഒബ്വിയസ്ലി ലൈക്ക്
അന്ന് നമ്മളൊരു 1-2 ഇൻഫ്ലുവൻസർ ക്യാമ്പയിൻസ് ചെയ്തായിരുന്നു. ആഹാ. അത് എനിക്ക് തോന്നുന്നു ഒരു ടെക് ഇൻഫ്ലുവൻസേഴ്സ് വെച്ചിട്ട് 1-2 ക്യാമ്പയിൻസ് എല്ലാം ചെയ്തായിരുന്നു. അന്ന് ഭയങ്കര കോസ്റ്റ് ഭയങ്കര കുറവായിരുന്നു. ബട്ട് എഗെയിൻ അന്നത്തെ സമയത്ത് നമുക്കത് വലിയ കോസ്റ്റ് ആയിരുന്നു, കാരണം നമ്മളും ഇനീഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനീഷ്യൽ. അപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ടെക്കിനുള്ള ഒരു അവയർനെസ് അന്ന് കുറവായിരുന്നു. അന്ന് ബൈജു ഉണ്ടായിരുന്നു, ബൈജുവിനെ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ നമ്മളും എൻട്രി എന്താന്ന് പറഞ്ഞു കൊടുക്കുന്നത്, സത്യം പറഞ്ഞാൽ എൻട്രി എന്താന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുക ബൈജു പോലത്തെ ഒരു പ്രൊഡക്റ്റ് ആണോ എന്നുള്ള. അപ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞാൽ ബൈജൂസ് എന്നുള്ള പെർസ്പെക്റ്റീവിലുള്ള അവയർനെസ് ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓൺലൈൻ വഴി ഇപ്പോൾ എസ്പെഷ്യലി ലൈക്ക് PSC ആയിരുന്നു നമ്മൾ ഇനീഷ്യലി B2Cയിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ വഴി PSC പഠിക്കാൻ പറ്റും എന്നുള്ള അവയർനെസ് വളരെ കുറവായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്തിരുന്നത് കുറച്ച് ടെക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കൺവേർഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ കുറച്ച് ടെക് വ്ളോഗേഴ്സിനെയാണ്, ടെക് വ്ളോഗേഴ്സ് അന്ന് ഇനീഷ്യലി നമ്മൾ ചെയ്തത്. രതീഷ് ആർമാനോ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ ബാദുർ റഹ്മാൻ, രണ്ടുപേരാണ് ഇനീഷ്യലി നമ്മൾ ചെയ്തത്. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിലൊരു നമുക്ക് ഇൻസ്റ്റാൾസ് എല്ലാം വന്നു. ദെൻ അലോങ് വിത്ത് ദാറ്റ് ലൈക്ക് നമുക്കൊരു മെറ്റല അന്ന് ഫേസ്ബുക്കിൻ്റെ ഒരു ചെറിയൊരു ഗ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഓൾറെഡി പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ PPC ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തായിരുന്നു. പിന്നെ ഈ കരിക്കൊക്കെ കരിക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് ലൈക്ക് നമ്മൾ റെഫറൽസിന് വേണ്ടിയിട്ട് ആപ്പിൻ്റെ അകത്ത്, സോ ഇനീഷ്യൽ ടൈമിൽ ലൈക്ക് യൂസേഴ്സ് ക്യാൻ യൂസ് എൻട്രി കംപ്ലീറ്റ്ലി ലൈക്ക് ഫോർ ഫ്രീ ഫോർ 7 days. ഫസ്റ്റ് 7 days കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ആ ഇനീഷ്യൽ ഡേയ്സിൽ അപ്പോൾ ആ ഒരു ഫ്രീ ട്രയലിന് ശേഷമാണ് പേയ്മെൻറ്റ്. ദേ ആർ ഓൾറെഡി ലൈക്ക് യൂസേഴ്സിന് ഓൾറെഡി എന്താണ് എൻട്രി എന്നുള്ളൊരു അവയർനെസ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ള എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് പോയിരുന്നത്. അപ്പോൾ നമ്മൾ റെഫറൽസിന് വേണ്ടിയിട്ട് കുറേ അധികം നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻസ് ഉള്ളിൽ ചെയ്തത്. എസ്പെഷ്യലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ 7 days ദേ ക്യാൻ എക്സ്റ്റെൻഡ് ദ ഫ്രീ ട്രയൽ ബൈ ഇൻവൈറ്റിംഗ് യൂസേഴ്സ്. അങ്ങനത്തെ രീതിയിൽ കുറേ അധികം പ്രൊഡക്റ്റ് എക്സ്പെരിമെൻറ്റേഷൻസ് റെഫറൽസിന് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. ഇനീഷ്യൽ സമയത്ത് ഇവൻ അതും നമ്മൾ നല്ല രീതിയിൽ യൂസേഴ്സിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ലൈക്ക് വിത്ത് സീറോ കോസ്റ്റ് വെച്ചിട്ട് യൂസേഴ്സിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് ഗ്രോത്ത് ലൂപ്സ് എന്ന് പറയുന്നത്. അതൊരു കൈൻഡ് ഓഫ് ലൈക്ക് റെഫറൽ ലൂപ്പാണ്. ഇതുപോലത്തെ വേറെ എന്തൊക്കെ രീതിയിൽ ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആപ്പിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ മേജറായിട്ട് ഈ AAA ഫണൽ വെച്ചിട്ട് തന്നെയാണ് ആപ്പിൻ്റെ ഉള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒബ്വിയസ്ലി നമുക്കൊരു നോർത്ത് സ്റ്റാർ മെട്രിക് ഉണ്ട് അല്ലേ? എന്തായിരുന്നു? ഒബ്വിയസ്ലി ലൈക്ക് സബ്സ്ക്രിപ്ഷൻസ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഗ്രോത്ത് ടീം എന്നുള്ള ലെവലിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻസ്, മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആപ്സിന് ലൈക്ക് മന്ത്ലി കൂടുതൽ യൂസേഴ്സിലെ പെയ്ഡ് യൂസേഴ്സിനെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഗ്രോത്ത് ടീമിൻ്റെ ആണ്. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി ഇമ്പാക്ട് ഈസ് ദ നോർത്ത് സ്റ്റാർ മെട്രിക്. അത് ഹിസാം പറഞ്ഞത് മാർക്കറ്റിംഗ് ഗ്രോത്തിലേക്ക് മാത്രം സബ്സ്ക്രിപ്ഷൻസ് കൂട്ടാം. ഗ്രോത്ത് ടീമിനെ സംബന്ധിച്ചിടത്തോളം പെയ്ഡ് യൂസേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ് കൂട്ടുക എന്നുള്ളതാണ് ഗ്രോത്ത് ടീമിനെ സംബന്ധിച്ചിടത്തോളം മെട്രിക്. അപ്പോൾ അതെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫണലിലൂടെ പോകും. അപ്പോൾ ഓരോ ഫണലും ഇപ്പോൾ AAA ഫണൽ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയർനെസ്, അക്വിസിഷൻ, ആക്ടിവേഷൻ, റിട്ടൻഷൻ, റവന്യൂ, റെഫറൽസ്. അപ്പോൾ അതിൽ റിട്ടൻഷൻ, റവന്യൂ, റെഫറൽസ് എല്ലാം ഓരോ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ സ്റ്റേജസ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ റവന്യൂ കഴിഞ്ഞിട്ടായിരിക്കാം റിട്ടൻഷൻ. അപ്പോൾ അതെല്ലാം ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. ബട്ട് എഗെയിൻ നമ്മളെപ്പോഴും ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രാൻഡ് അവയർനെസ്സിൽ ഇപ്പോൾ സേ ഒരു 1,000 യൂസേഴ്സ് ആയിരിക്കും വരുന്നത്. അതിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് 100 യൂസേഴ്സ് ആയിരിക്കും. അങ്ങനെ ഇതൊരു ഫണലാണല്ലോ. അപ്പോൾ ഈ ഫണലിൽ എവിടെയാണ് ഏറ്റവും മേജർ ഇഷ്യൂസ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഗ്രോത്ത് ഹാക്കിംഗ് എക്സ്പെരിമെന്റ്സ് ആണ് നമ്മളെപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. ഒരു സ്റ്റേജിന് മറ്റേ സ്റ്റേജിലേക്ക് ആൾക്കാരെ എത്രയും സീംലെസ്ലി കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ്. അത് ഒപ്റ്റിമൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഫെലിക്സിനും ഞാനൊരു CRO ഏജൻസി നടത്തുന്ന ആളാണ്. കുറച്ചും കൂടി ആ ഒരു ഏരിയയിൽ
നോഹോ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗെയിൻ ആ ഒരു CRO മോഡൽ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ആ നോർത്ത് സ്റ്റാർ മെട്രിക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഫണൽ ഡാറ്റ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മുടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പർലി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എക്സ്പെരിമെൻറ്റേഷൻസ് എക്സ്പെരിമെൻറ്റേഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ യൂസർ അക്വിസിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര കോസ്റ്റിൽ തന്നെ യൂസർ അക്വിസിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്യും. ദെൻ ഇപ്പോൾ യൂസർ അക്വിസിഷൻ വന്നിട്ട് നമുക്ക് കറൻ്റ്ലി ഇത്ര % ആയിരിക്കും ആക്ടിവേഷൻ ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇവൻ ആപ്പിൻ്റെ അകത്ത് യൂസേഴ്സ് വന്നിട്ട് നമ്മുടെ കണ്ടൻസ് കൺസ്യൂം ചെയ്യുന്നത് ഇത്ര % ആൾക്കാരായിരിക്കും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻസ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ ഗ്രോത്ത് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്കത് പ്രൊഡക്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കുറേ അധികം ഇപ്പോൾ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് ചേഞ്ചസ് എല്ലാം ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ കെയർ റവന്യൂ എന്ന കമ്പനിയാണ്. കെയർ റവന്യൂ എന്ന് പറയുകയാണെങ്കിൽ കെയർ സ്റ്റാക്ക് എന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. കെയർ സ്റ്റാക്കിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള അർജുൻ സതീഷ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. കെയർ റവന്യൂ ഡെന്റൽ പ്രാക്ടീസസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് കേരളത്തിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെല്ലിംഗ് ഗ്ലോബലി ഫ്രം കേരള. ഇവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ട്. വേറെ പുതിയൊരു ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ് റിയലി റിയലി വെൽ. അപ്പോൾ ഇവർ ഹയറിംഗ് ആണ്, പല പോസ്റ്റുകളായിട്ട് ഹയറിംഗ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ കെയർ ഹാക്കത്തോൺ ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ. ഇപ്പൊ എൻട്രീന്റെ സ്റ്റേജ് 2018 എത്ര ഇൻസ്റ്റാൾസ് ഉണ്ടാവും ഏകദേശം? എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. ബട്ട് അഗെയിൻ ഐ മൈറ്റ് ബി ലെസ് ദാൻ 1 lakh ആയിരിക്കാം. ഓക്കെ. പിന്നെ അവിടെ നിന്ന് ഒരു നെക്സ്റ്റ് ജമ്പ് ഇൻ ടേംസ് ഓഫ് റവന്യൂ ഇൻസ്റ്റാൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്സ് എല്ലാം അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ. പ്ലസ് നമുക്ക് അന്ന് നമ്മളെന്നും ചെയ്തിരുന്നത് ലോക്കൽ ലാംഗ്വേജസിലായിരുന്നു ക്യാമ്പയിൻസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ആ രീതിയിൽ ചെയ്യുന്നത് വളരെ വിരളായിട്ടുള്ള പ്ലേയേഴ്സ് മാത്രമായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കോസ്റ്റ് എല്ലാം കുറവായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഈ പ്രൊഡക്റ്റ് എക്സ്പെരിമെൻറ്റേഷൻസ് എല്ലാം വെച്ചിട്ട് നമുക്കത് യൂസർ അക്വിസിഷൻസ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്സ് എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി കരിക്കൊക്കെ പോലത്തെ കരിക്കിലെല്ലാം നമ്മൾ ചെയ്തത്. കരിക്കിലാണ് ആക്ച്വലി കുറേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. തേരാപ്പാരയിലുള്ള ആ ഒരു എപ്പിസോഡിലാണല്ലോ ലോലൻ്റെ ക്യാരക്ടർ. ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഇപ്പോൾ നമ്മൾ ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അന്ന് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ഞാൻ യൂട്യൂബ് കാണുന്ന സമയത്ത് ഞാനിതുപോലെ എനിക്ക് തോന്നുന്നു എൻട്രിയിലുള്ള ഒരാളാണ് നമ്മളിങ്ങനെ ഇത് കാണുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് കരിക്കിൻ്റെ വീഡിയോ ഷെയർ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ സംതിങ് ആണ്. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര ഹുക്ഡായി. ഞാൻ കൈൻഡ് ഓഫ് ഭയങ്കര ഫാനായി. എനിക്ക് തോന്നുന്നു തേരാപ്പാരുടെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് ആണ് കണ്ടത്. ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്ത് അപ്പോൾ തന്നെ നെക്സ്റ്റ് എപ്പിസോഡ്സ് എല്ലാം കണ്ടു. അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ആ കണ്ടന്റിൽ ഭയങ്കര ഹുക്ഡായി. അപ്പോൾ ഈ കൈൻഡ് ഓഫ് നമുക്ക് ഇവരായിട്ടൊന്ന് കൊളാബറേറ്റ് ചെയ്തോലോ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളിങ്ങനെ അപ്രോച്ച് ചെയ്തു, കരിക്കിനെ അപ്രോച്ച് ചെയ്തു, നിഖിലുമായിട്ട് ഫൗണ്ടറായിട്ട് അപ്രോച്ച് ചെയ്തു. അന്ന് നിഖിലും പിന്നെ അവരുടെ വേറൊരു കോ ഫൗണ്ടർ ഉണ്ടായിരുന്നു. നാളെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബട്ട് എഗെയിൻ അവർ രണ്ടുപേരും വന്ന് നമ്മൾ അവരായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ബേസിക്കലി കൈൻഡ് ഓഫ് ക്ലോസ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു സീരീസ് തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ROI എത്രയായിരിക്കും ഇഫ് യു കുഡ് ഷെയർ റൈറ്റ് നൗ? ROI അത് നല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഇൻസ്റ്റാൾസ് നല്ല രീതിയിൽ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 1 വീക്ക് തന്നെ 10,000+ ഇൻസ്റ്റാൾസ് ഒക്കെ അത് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വേറെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് എവിടെ സംഭവിച്ചത്? എൻട്രിയിൽ പല കോഴ്സസ് ആണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു വാട്ട് ഇസ് ദ GTM? നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി നമ്മൾ കേരള PSC ആയിരുന്നു. ദെൻ വി ലോഞ്ച് മോർ ആൻഡ് മോർ കോഴ്സസ്. ഇനീഷ്യലി ടെസ്റ്റ് പ്രിപ്പിൽ തന്നെ ആയിരുന്നു കൂടുതൽ കോഴ്സസ് ലോഞ്ച് ചെയ്ത് നിൽക്കുന്നത്. ദെൻ വി ലോഞ്ച് ലാംഗ്വേജ് ലേണിംഗ് എല്ലാം, സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ലോഞ്ച് ചെയ്തു. ബട്ട് നമ്മുടെ കോഴ്സസ് എല്ലാം ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് ആണ് മോസ്റ്റ്ലി.
നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. അറ്റ്ലീസ്റ്റ് ലൈക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എയ്തർ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബ് കിട്ടണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ കോഴ്സസ് എല്ലാം ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളും ലൈക്ക് ലേണിംഗ് ആപ്പ് ടു ഗെറ്റ് എ ജോബ് എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കോഴ്സിനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. എങ്ങനെയാ ഒരു ഫ്രം ദ ഗ്രോത്ത് ആംഗിൾ അല്ലെങ്കിൽ ഫ്രം ദ ഹൗ ഡു യു ഡ്രൈവ് റവന്യൂ ഫ്രം ദ ആ ഒരു ആംഗിൾ എങ്ങനെയായിരിക്കും എന്നെ ചിന്തിക്കുന്നത്? അതിനൊരു ഒബ്വിയസ്ലി ഓരോ കോഴ്സിനും സെയിം GTM തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. ഇല്ല. അപ്പോൾ ഐ മീൻ GTMൻ്റെ ഫസ്റ്റ് ഗോ ടു മാർക്കറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യണതിൻ്റെ മുമ്പ് തന്നെ ഒബ്വിയസ്ലി ആ കോഴ്സ് ലോഞ്ച് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്തായാലും ഡിസൈഡ് ചെയ്യുക. ഒബ്വിയസ്ലി ലൈക്ക് എത്രത്തോളം അതിന് ഓഡിയൻസ് ഉണ്ട്, അതിൻ്റെ എത്രത്തോളം ഡിമാൻഡ്, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് എല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് എ ഫ്രെയിം വർക്ക്. അത് മോസ്റ്റ്ലി അക്കാഡമിക്സ് ടീമിന് അതൊരു ഫ്രെയിം വർക്ക് ഉണ്ട്. ബട്ട് വൺസ് വി ലോഞ്ച് ദ കോഴ്സ് ദെൻ വി വിൽ ലൈക്ക് പ്രോപ്പർലി അനലൈസ് ലൈക്ക് ദ അതിൻ്റെ ആ പ്രോപ്പർ മാർക്കറ്റ് അനലൈസ് ചെയ്യും. നമ്മൾ ICP ഡിഫൈൻ ചെയ്യും. അത് ആരാണ് ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിയർലി ഡിഫൈൻ ചെയ്യും. അവരെവിടെയാണ് ദേ ആർ ആക്റ്റീവ് അത് ഡിഫൈൻ ചെയ്യും. അപ്പോൾ അവർ മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചാനൽസിൽ അവർ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളൊരു കൈൻഡ് ഓഫ് ലൈക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇനീഷ്യൽ സമയത്ത് എസ്പെഷ്യലി ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അത് ഫിഗർഡ് ഔട്ടാണ്. പക്ഷേ ഇനീഷ്യൽ സമയത്ത് ഒരു ബുൾസൈ മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ളൊരു ബേസിക്കലി ബേസ്ഡ് ലൈക്ക് ഈ ICP അത് ഈ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽസ് മൾട്ടിപ്പിൾ ചാനൽസിൽ ആക്റ്റീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ചാനൽസിലെല്ലാം ഓരോ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യും. ഫ്രം വേർ അപ്പോൾ ആദ്യം നമ്മൾ ആ ചാനൽസ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. ദെൻ നമുക്ക് എല്ലാം കൂടിയും ചെയ്യാനുള്ള റിസോഴ്സും ബാൻഡ് വിഡ്ത്തും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യും. ഫ്രം ദർ ലൈക്ക് നമുക്ക് 1-2 ചാനൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ കുറച്ച് കാലം അതിൽ കംപ്ലീറ്റ്ലി ലൈക്ക് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ ചാനൽസാണ് അന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്? ഒബ്വിയസ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗ് ഉണ്ട്, പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇനീഷ്യലി നമ്മൾ ബ്ലോഗൊക്കെ നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട്. മലയാളം ബ്ലോഗാണോ? മലയാളം ബ്ലോഗ് ഇനീഷ്യലി ഇംഗ്ലീഷ് ബ്ലോഗായിരുന്നു. ഇപ്പം നമ്മൾ മലയാളം എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ ഇംഗ്ലീഷ് തന്നെയാണ് അത്യാവശ്യം കൂടുതൽ. കാരണം ഗൂഗിളിന് ഇപ്പോഴും ആ ഒരു മലയാളം സെർച്ച് അത്രത്തോളം സ്റ്റിൽ ആൾക്കാർ ഇംഗ്ലീഷിൽ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്, മലയാളികളാണെങ്കിൽ പോലും. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐഡിയലി GTM എന്നുള്ളതാണ് പ്രോപ്പർലി നമ്മൾ ആ ചാനൽസ് ഫിഗർ ഔട്ട് ചെയ്യുക. ദെൻ അവിടുന്ന് അവയർനെസ്സും അക്വിസിഷനും എല്ലാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബട്ട് ഓരോ കോഴ്സിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. കോവിഡ് സമയത്തായിരുന്നല്ലോ കുറേ ടെക് കമ്പനീസ് ഇങ്ങനെ പൊന്തി വന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ താഴ്ന്നു പോയി. അപ്പോൾ എൻട്രീൻ്റെ ഒരു സ്റ്റേജ് എന്തായിരുന്നു ആ സമയത്ത്? എനിക്ക് തോന്നുന്നു കൊറോണ സമയത്ത് കുറേ അധികം കമ്പനീസ് സ്കെയിൽ ചെയ്തു, പെട്ടെന്ന് സ്കെയിൽ ചെയ്തായിരുന്നു. ആ പെട്ടെന്ന് സ്കെയിൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവൻ കുറേ അധികം ആൾക്കാരെ ഹയർ ചെയ്തു. പക്ഷേ കൊറോണ കഴിഞ്ഞിട്ട് അവർക്കത് കുറേ അധികം ഇഷ്യൂസിലേക്കാണ് പോയേക്കുന്നത്. കാരണം കൊറോണയ്ക്ക് ആ സമയത്തുണ്ടായിരുന്ന ഡിമാൻഡ് അവർക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. എസ്പെഷ്യലി K-12 സെഗ്മെൻറ്റിലൊക്കെ ഉള്ള യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൊറോണ സമയത്ത് അവർക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഓഫ്ലൈനിലുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് അവരെ വേണം ഓൺലൈനേക്കാളും ഓഫ്ലൈനാണ്, എസ്പെഷ്യലി K-12 ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊറോണ ഒബ്വിയസ്ലി മാർക്കറ്റിലെ അവയർനെസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻ ആ സമയത്ത് വന്നിട്ടുമുണ്ട്. ബട്ട് നമ്മൾ എന്തായാലും ഓർഗാനിക്കലി കൊറോണ സമയത്ത് സ്കെയിൽ ചെയ്തായിരുന്നു. ബട്ട് ഭയങ്കര അഗ്രസീവ് അല്ലെങ്കിൽ പോലും പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോബ് സീക്കേഴ്സിനാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിൽ തന്നെയാണ് അവർ പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ എവൺ ആഫ്റ്റർ കൊറോണ ആണെന്നുണ്ടെങ്കിലും they were actually like they are still using entry. അപ്പോൾ അവിടെ നമുക്ക്
ബാക്കി കമ്പനീസൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ബാക്കി കമ്പനീസ് ഉണ്ടായ പോലത്തെ ഒരു വലിയ രീതിയിലൊരു ഡ്രോപ്പ് ഒന്നും നമുക്ക് കൊറോണയ്ക്ക് ശേഷം വന്നിട്ടില്ലായിരുന്നു. വി വർ സ്റ്റിൽ ഗ്രോയിങ്. കാരണം നിങ്ങളുടെ ഇത് ടാർഗറ്റ് ടു ജോബ് സീക്കേഴ്സ് ആയിരുന്നല്ലോ, അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 million ഇൻസ്റ്റാൾസ് എത്തുന്ന എപ്പോഴായിരിക്കും? എക്സാക്ട് ടൈം ലൈൻ കുറച്ച് ബട്ട് സ്റ്റിൽ ഇഫ് യു കുഡ് റിക്കോൾ ഏത് ആ ഒരു മൊമെന്റ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? 1 million ഒബ്വിയസ്ലി 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പോൾ ഇനീഷ്യൽ സമയത്തൊക്കെ നമ്മൾ ഇൻസ്റ്റാൾസ് എല്ലാം ഇപ്പോൾ എൻ്റെ അന്നത്തെ മാക്സിമം ഇൻസ്റ്റാൾസ് എത്തിക്കുക, അതിൻ്റെ റിട്ടൻഷൻ ഒക്കെ ഉള്ള. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, നമ്മൾ മീറ്റിയ സമയത്ത് ആപ്പ് തന്നെ ആപ്പ് സ്റ്റോറിൽ ഡിലീറ്റ് ആയി പോയി ഓർമ്മയുണ്ട്. അത് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് എനിക്ക് തോന്നുന്നു പേയ്മെൻറ്റിൻ്റെ ഗൂഗിളിന് അന്നൊരു പോളിസി ഉണ്ടായിരുന്നു ബേസിക്കലി 2018 2019 അപ്പോൾ അത് ഗൂഗിളിൻ്റെ, അതായത് ഗൂഗിളിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, തേർഡ് പാർട്ടി പേയ്മെൻറ്റ് ഗേറ്റ് വേ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അത് എവൻ എൻട്രി മാത്രമല്ല, കുറേ അധികം ഇന്ത്യൻ ആപ്ലിക്കേഷൻസ് ആ സമയത്ത് ബാനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടെമ്പററി അവർ റിമൂവ് ചെയ്യുന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ മേജർ റീസൺ ലൈക്ക് വൈ വി ആർ നോട്ട് യൂസിങ് ഗൂഗിൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ വളരെ ഹൈ ആയിരുന്നു. അത് ഇപ്പോഴും ഹൈ തന്നെയല്ലേ? ഇപ്പോഴും ഹൈ ആണ്, പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ബിക്കോസ് ലൈക്ക് പേടിഎം അടക്കമുള്ള ഒരുപാട് കമ്പനീസ് അതിനെ പോയപ്പോൾ അവർ അത്ര സ്ട്രിക്റ്റ് ആക്കുന്നില്ല എന്നുള്ളൊരു. പിന്നെ ഇപ്പം നെറ്റ്ഫ്ലിക്സും പ്രൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ ആപ്പിലല്ല പേയ്മെന്റ്സ് വാങ്ങുന്നത്, പുറത്തേക്ക് പോയിട്ട് അവർ വെബിലേക്ക് റീഡയറക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് പേയ്മെന്റ്സ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എൻട്രി എങ്ങനെയാണ് പേയ്മെന്റ്? അതുപോലെ തന്നെയാണോ? എൻട്രിയുടെ കേസിൽ ഇപ്പോൾ കുറേ അധികം നമ്മൾ ഹൈ ടിക്കറ്റും എല്ലാം ഉള്ളത് കൊണ്ട് മോസ്റ്റ്ലി നമ്മൾ നമ്മുടെ തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ് വേസ് തന്നെയാണ് കൂടുതലുള്ളത്. ഓക്കെ. പിന്നെ ആ ഒരു ഇനീഷ്യൽ പിന്നത്തുള്ള ഗ്രോത്ത് എങ്ങനെയായിരുന്നു അന്ന് റവന്യൂ രീതിയിൽ കൊണ്ടുവന്നത്? ആ ഒരു P&L സ്ട്രാറ്റജിയൊക്കെ വന്ന് ഒബ്വിയസ്ലി ഒരു സ്റ്റേജിൽ ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫ്യൂ ഇയേഴ്സ് ബിഫോർ എല്ലാവരും ഗ്രോത്ത് എന്നുള്ള പെർസ്പെക്റ്റീവിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ലൈക്ക് അലോങ് വിത്ത് ഗ്രോത്ത് സസ്റ്റൈനബിലിറ്റി പ്രോഫിറ്റബിലിറ്റി ലൈക്ക് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് വി ഹാവ് ലൈക്ക് ROI ടാർഗറ്റ്സ് ആസ് വെൽ. അപ്പോൾ നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യണ സമയത്തും വി വിൽ ആക്ച്വലി ലൈക്ക് ചെക്ക് വെദർ വി ഗെറ്റ് ലൈക്ക് ദിസ് മച്ച് റിട്ടേൺ. സോ അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ടിങ് ഫ്രം അവെയർനെസ് കംപ്ലീറ്റ്ലി ലൈക്ക് അവെയർനെസ്സും യൂസർ അക്വിസിഷനും എവൻ നമ്മൾ റിട്ടേൺസിന് വേണ്ടിയിട്ടുള്ള സ്പെൻഡ് വരെ അത് ബേസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ലൈക്ക് വി വിൽ മെഷർ വെദർ വി ആർ ഗെറ്റിംഗ് ലൈക്ക് റിട്ടേൺസ് ഫ്രം ദിസ് ക്യാമ്പയിൻ ഓർ നോട്ട്. അപ്പോൾ റിട്ടേൺസ് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ROI ടാർഗറ്റ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റേണലി. അത് എത്തുന്ന കാര്യങ്ങൾ നമ്മൾ ഡബിൾ ഡൗൺ ചെയ്യും, അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു സ്ട്രാറ്റജിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആവും എന്നുള്ളതാണ്. അപ്പോൾ എൻട്രീൻ്റെ കേസ് പറയുകയാണെങ്കിൽ എൻട്രി പല ഡിഫറെൻറ്റ് ലാംഗ്വേജസിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഇൻസൈറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് ഇയറിലായിരുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഇസാമിനും രാഹുലിനൊക്കെ ആ ഒരു വിഷൻ ഉണ്ടായിരുന്നു, മൾട്ടി ലിംഗ്വൽ. കാരണം നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് USPയും അത് തന്നെയാണ്. എസ്പെഷ്യലി ലൈക്ക് കമ്പയർഡ് ടു ആ സമയത്താണെന്നുണ്ടെങ്കിലും ലൈക്ക് വി വർ ആക്ച്വലി ലൈക്ക് കോമ്പീറ്റിംഗ് വിത്ത് ടെക്സ്റ്റ് ബുക്ക് ഗ്രേഡ് അപ്പ് അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു. അപ്പോൾ അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമായിരുന്നു. അവർക്ക് എവൺ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റൊന്നും അത്ര പെനട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ലോക്കൽ ലാംഗ്വേജിലുള്ളത് ആ മാർക്കറ്റിനെ അല്ലെങ്കിൽ അവരെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതായത് യൂസേഴ്സ് അവരുടെ സ്വന്തം ലാംഗ്വേജിൽ കണ്ടൻറ്റ് കുറച്ചും കൂടിയും ബെറ്ററായിട്ട് കൺസ്യൂം ചെയ്യും, അല്ലെങ്കിൽ അവരിതിൽ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ തന്നെയാണ് നമ്മൾ ലോക്കൽ ലാംഗ്വേജിൽ കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും എവൻ മാർക്കറ്റിങ്ങും എല്ലാം ആ രീതിയിൽ ചെയ്തിരുന്നത്. മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? ഡിഫറെൻറ്റ് ലാംഗ്വേജും ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ഇൻസൈറ്റും ഇതും നമുക്ക് എങ്ങനെ കിട്ടാൻ പറ്റും? ഞങ്ങൾക്ക് ഇപ്പോൾ എവൻ ഗ്രോത്ത് ടീം, സത്യം പറഞ്ഞാൽ ഗ്രോത്ത് ടീം ഇത്ര വലുതാവാൻ കാരണം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് ലാംഗ്വേജസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യണം. അപ്പോൾ അവർ വഴിയാണ് ബേസിക്കലി ലൈക്ക് വി ആർ ആക്ച്വലി ലൈക്ക് ഡൂയിങ് ക്യാമ്പയിൻസ്. ഇവിടുത്തെ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന സെയിം പ്ലേ ബുക്ക് ആണോ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുക? എങ്ങനെയാണ് എൻ്റെ ഒരു പ്ലേ ബുക്ക് ആസിങ് ലൈക്ക് കുറേയൊക്കെ സെയിം ആണ്, പക്ഷെ എല്ലാം അവിടെ അതുപോലെ വരില്ല. ഓക്കെ. എന്തൊക്കെ വ്യത്യാസം ഇൻസൈറ്റ്സ് പറയുകയാണെങ്കിൽ? ബേസിക്കലി ഇപ്പോൾ എവൺ നമ്മളിപ്പോൾ
പിന്നെ കണ്ടൻറ് ആസ് ഇൻ ലൈക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ യൂസേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ലാംഗ്വേജ് തന്നെ കൈൻഡ് ഓഫ് ലൈക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമ്മൾ യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മീംസും കാര്യങ്ങളെല്ലാം ഇതാക്കും. അപ്പോൾ അതൊക്കെ കുറേ കോണ്ടെക്സ്റ്റുവലായിട്ട് തന്നെ നമ്മളവിടെ ചെയ്യേണ്ടി വരും. കേരളത്തിലുള്ളതും തമിഴ്നാട്ടിലുള്ളതും ഒബ്വിയസ്ലി സെപ്പറേറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിൽ ഉള്ള അത്ര ഡിജിറ്റൽ പെനട്രേഷൻ തമിഴിലില്ല. കുറവാണോ? കേരളത്തിൽ നല്ല രീതിയിൽ ഡിജിറ്റൽ പെനട്രേഷൻ ഉണ്ട്. പക്ഷെ അത് ഔട്ട് സൈഡ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ കമ്പയർഡ് ടു കേരള കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കരിക്ക് കിട്ടിയ ഒരു സെയിം സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ വേറെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡബിൾ ടാപ്പ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ കുറച്ചും കൂടി ഇപ്പോൾ ചിലപ്പോൾ ടി വി അങ്ങനത്തെയൊക്കെ നമ്മൾ കുറച്ചും കൂടി അഗ്രസീവായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടി വരും. ഓൺലൈൻ ഇതായിരിക്കില്ല, ടി വി. ഇപ്പം നിങ്ങൾക്ക് പലതും ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. എൻട്രിയിൽ കോഡിംഗ് ഉണ്ട്, സ്റ്റഡി അബ്രോഡ് ഉണ്ട്, ഐ മീൻ ഇല്ലാത്ത ഒന്നും ഇല്ലെന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ആ ഒരു ഇത് എങ്ങനെയാണ് ആസ് എ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ? മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് തിങ് നമുക്കതിനൊരു ഇൻറ്റേർണലി നമുക്കതിന് വേണ്ടിയിട്ടൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ they have like their own like autonomy as well. ഇപ്പോൾ എൻട്രി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് there are like multiple companies inside എൻട്രി എന്നുള്ള പെർസ്പെക്റ്റീവ് തന്നെ പറയാം. അപ്പോൾ ഓരോ കാറ്റഗറിയും നമ്മുടെ കമ്പനിയാണ്, അകത്തൊരു കമ്പനിയാണെന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ദേ ഹാവ് ലൈക്ക് റിസോഴ്സസ് ഫോർ ദാറ്റ് ആസ് വെൽ. നമ്മുടെ അഡ്വാൻറ്റേജും അത് തന്നെയാണ്. അപ്പോൾ അവർ ഈച്ച് കാറ്റഗറി ഈസ് ആക്ച്വലി കോമ്പീറ്റിംഗ് വിത്ത് അനദർ പ്ലെയർ. അപ്പോൾ നമുക്കവിടെ അത്രയും ഗ്രോ ചെയ്യാനുള്ള ഐ മീൻ ഫ്യൂച്ചറിലാണ് നമുക്ക് അത്രയും ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ഒരു ജസ്റ്റ് ഒരു ഫോർ ദ എങ്ങനെയാണ് അതിന് ഗ്രോത്ത് രീതിയിൽ എങ്ങനെയാണ് ടീം ബിൽഡ് ഔട്ട് ഉണ്ടാവുക ഫോർ ഈച്ച് കാര്യം? ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കോഡിംഗ് എടുക്കുകയാണെങ്കിൽ അതിനെ പറ്റി കുറച്ച് ഡബിൾ ടാപ്പ് ചെയ്ത് പറയാൻ പറ്റുകയാണെങ്കിൽ. ഇപ്പോൾ കോഡിങ്ങിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു വി ഹാവ് ലൈക്ക് കോമ്പറ്റീറ്റേഴ്സ് റൈറ്റ്. അപ്പോൾ ഗ്രോത്ത് പെർസ്പെക്റ്റീവിൽ ഇതാണ്, അതായത് ഒബ്വിയസ്ലി ലൈക്ക് നമുക്ക് ഇപ്പോൾ കുറേയധികം GTMs അല്ലെങ്കിൽ കുറേയധികം ചാനൽസ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ GTM എക്സ്പെരിമെൻസിൻ്റെ ഭാഗമായിട്ട് ഐ മീൻ കുറേയൊക്കെ കാറ്റഗറീസിൽ കോമൺ ചാനൽസ് തന്നെയാണ്. അപ്പോൾ കോമൺ ചാനൽസിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് റിസോഴ്സസ് അവിടെ ഉണ്ടായിരിക്കും. ദേ ആർ ആക്ച്വലി ലൈക്ക് വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർഫോമൻസ് മാർക്കറ്ററിന് ഒരു മെട്രിക്സും അവർക്ക് പ്രോപ്പറായിട്ടുള്ള KPIs ഉണ്ടാവും. സിമിലർലി ലൈക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്ററിന് അവർക്ക് ഒരു ഡിഫറെൻറ്റ് മെട്രിക് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടീമിനും ഇപ്പോൾ ഗ്രോത്തിൻ്റെ അകത്ത് തന്നെ സബ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ സബ് ഫങ്ഷൻസിനെല്ലാം അവരുടേതായിട്ടുള്ള മെട്രിക്സസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ആ നമ്പേഴ്സ് എത്താൻ വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. ബട്ട് അൾട്ടിമേറ്റ്ലി ലൈക്ക് ഈ ടീമെല്ലാം ആ നമ്പേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഗ്രോത്ത് ആസ് എ ഫങ്ഷൻസിൻ്റെ നോർത്ത് സ്റ്റാർ മെട്രിക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻട്രിയിൽ എങ്ങനെ ഹയറിങ് ചെയ്യുന്നത് ഈ ഗ്രോത്ത് മാർക്കറ്റർ അല്ലെങ്കിൽ മാർക്കറ്റർ റോളിലേക്ക് എങ്ങനെയാണ്? വാട്ട് യു ലുക്ക് ഫോർ ഇൻ എ കാൻഡിഡേറ്റ്? നമ്മൾ കേരളത്തിൽ ഹയർ ചെയ്യുന്ന സമയത്ത് ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ലൈക്ക് ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവിലുള്ള, അതായത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ ക്ഷാമം ഉണ്ടാവില്ല. പക്ഷേ പ്രോപ്പർ ഗ്രോത്ത് ഫണൽസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം ഇപ്പോൾ എവൻ എൻട്രി തുടങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഞാനൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പുറത്തുനിന്നാണ്, എസ്പെഷ്യലി ലൈക്ക് ബാംഗ്ലൂർ സ്റ്റാർട്ടപ്സ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ കേരളത്തിൽ നമുക്ക് കറക്റ്റ് ആൾക്കാരെ കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ നമ്മൾ സ്കിൽസ് നോക്കിയിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ആൾക്കാർ അവരുടെ ഇയർ ഓഫ് എക്സ്പീരിയൻസിനേക്കാളും കൂടുതൽ നമ്മൾ നോക്കിയിരുന്നത് അവർ ആ ഒരു അവരുടെ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്തതിൽ എത്രത്തോളം എക്സ്പോഷർ കിട്ടി, എത്രത്തോളം അവർ ലേൺ ചെയ്യാൻ ട്രൈ ചെയ്തു എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹയർ ചെയ്യാറുള്ളത്. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് ഒരു എസ്പെഷ്യലി ഇനീഷ്യൽ ഹയറിങ്ങിലൊക്കെ ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ചും കൂടി കമ്മിറ്റ്മെൻറ്റ്
അതെനിക്കൊരു ജനറലൈസ് ചെയ്ത് പറയാനൊന്നും പറ്റില്ല. ബട്ട് അഗെയിൻ എൻ്റെ ടീമിൽ ആ ഒരു ഓൺട്രപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ വിഷനൊക്കെ ആയിട്ട് അലൈൻഡ് ആൾക്കാർ, എവൺ അവരുടെയും ലോങ് ടേം വിഷനും നമ്മുടെ ലോങ് ടേം വിഷനൊക്കെ ആയിട്ട് അലൈൻഡ് ആൾക്കാർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ 100 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ ഗ്രോത്ത് ടീമിൽ. അപ്പൊ അതെങ്ങനെയാ സ്പ്ലിറ്റ് അക്രോസ്, അതിന്റെ ഒരു ഹൈറാർക്കിക്കൽ എങ്ങനെയാണ്? ഡിഫറെൻറ്റ് ടീമാണ്. അപ്പോൾ അതിൽ 100 ആൾക്കാരെന്ന് പറയുന്ന സമയത്ത് ഇൻക്ലൂഡിങ് ക്രിയേറ്റീവ് പീപ്പിൾ ആണ്. ഓ, പിന്നെ ഒരു സ്പ്ലിറ്റ് പറയുകയാണെങ്കിൽ 100 ആൾക്കാർ എത്ര ആൾക്കാർ അങ്ങനെ ഒരു 20% ഒക്കെ ക്രിയേറ്റീവ് ആൾക്കാർ. ഓക്കെ. ദെൻ ലൈക്ക് അതിൽ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ഉണ്ട്, ഗ്രോ PLG ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, SEO ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓരോ ടീമിൽ ഓരോ SEO എത്ര ആൾക്കാരുണ്ടാവും? SEO എല്ലാം ചെറിയ ടീമാണ്. നമുക്ക് മൈറ്റ് ബി ചെറിയ ടീമാണ് SEO അധികം ആൾക്കാരുടെ ആവശ്യമില്ല. ഈ സെയിം ടീം തന്നെയാണ് അക്രോസ് എല്ലാ പ്രോഡക്ട്സിലും സെയിം സംഭവം. നമുക്ക് ഇത്രയും പറയല്ലോ, നേരത്തെ പറഞ്ഞു നമുക്ക് ഇത്ര അധികം ടീം മെമ്പേഴ്സ് വേണ്ടത് നമ്മൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. PLGയിലൊക്കെ ഐ തിങ്ക് സിംഗിൾ ലാംഗ്വേജ് അല്ലേ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലാംഗ്വേജിനും അതിൻ്റെതായ ഇതുണ്ടോ? ഒബ്വിയസ്ലി PLGയിലാണെന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ തന്നെയാണ് ക്യാമ്പയിൻസ് പോകുന്നത്. എല്ലാം ദെയർ ഓൺ ലൈക്ക് റീജിയണൽ ലാംഗ്വേജസിലാണ് ക്യാമ്പയിൻസ് പോകുന്നത്. പിന്നെ ആപ്പ് എക്സ്പീരിയൻസിൽ എനിക്ക് എപ്പോഴും സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാണ് ടോപ്പ് ഓഫ് ഫണലിലുള്ള പലരും പല ഇതിന് വേണ്ടി വരുന്നവരാണല്ലോ. അപ്പോൾ ഈ ആപ്പിലേക്ക് എത്തുമ്പോൾ അവരെ കറക്റ്റ് ഇതിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടാവല്ലോ. അതൊരു ഭയങ്കര ചലഞ്ച് തന്നെയാണ്. ഞങ്ങളും സ്റ്റിൽ ലൈക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി അവിടെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ നമ്പേഴ്സ് ബെറ്റർ ആക്കാൻ വേണ്ടി. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഷെയറിംഗ് ലേണിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ? ഒബ്വിയസ്ലി ആ ഓൺബോർഡിങ് അൾട്ടിമേറ്റ്ലി ലൈക്ക് ഇപ്പോൾ ഏത് യൂസറാണെന്നുണ്ടെങ്കിലും ആ യൂസറെ കറക്റ്റ് സ്ഥലത്തേക്ക്, ഐ മീൻ യൂസറിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പ്രോപ്പർ പേഴ്സണലൈസേഷൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. അതെ അതെ, കറക്റ്റ്. അതാണ് എനിക്കിപ്പോഴും, കാരണം നിങ്ങൾ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ കോഡിങ്ങിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളെ ചിലപ്പോൾ PSC കണ്ടു കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. സോ ദേ ഹാഡ് ടു ബി സെൻഡ് ടു ദ കോഡിങ് തിങ്. അപ്പോൾ അത് ഒരു അതിന് സൊല്യൂഷൻ പേഴ്സണലൈസേഷൻ ആണല്ലേ? ഒബ്വിയസ്ലി അതാണ് വേണ്ടത്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഞങ്ങളും അവിടെ കൂടുതൽ എക്സ്പെരിമെന്റേഷൻസും കണ്ടിന്യൂസ്ലി ലൈക്ക് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എൻട്രി ആപ്പിൻ്റെ അല്ലെങ്കിൽ എൻട്രി എന്ന കമ്പനീൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ? ഇപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ലൈക്ക് നമ്മൾ അതിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും ബൈ ആഡിങ് ലൈക്ക് ഇപ്പോൾ അത് കോഴ്സ് ആഡ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കോഴ്സസ് ബെറ്റർ ആക്കിയിട്ട് മാക്സിമം അവിടെ ഇമ്പാക്ട് ഡ്രിവൺ ആയിട്ട് തന്നെ, ഐ മീൻ നമ്മുടെ കോഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ജോലി അല്ലെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും കിട്ടുക എന്നുള്ള പേഴ്സ്പെക്റ്റീവിൽ തന്നെ നമ്മൾ പോകുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം കേരള നമ്മൾ തമിഴിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. തമിഴിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എവൺ ലൈക്ക് കമ്പയർ ടു ലൈക്ക് കേരള, തമിഴ് എനിക്ക് തോന്നുന്നു 3x വലിയ മാർക്കറ്റാണ്. അപ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് നമുക്ക് കേരളത്തിനേക്കാളും അൾട്ടിമേറ്റ്ലി ലൈക്ക് 3x ആയിട്ട് തമിഴ് നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഒബ്വിയസ്ലി ലൈക്ക് വി വിൽ ഫോക്കസ് ഓൺ ലൈക്ക് അതർ റീജിയൻസ് ആസ് വെൽ. ലൈക്ക് ഇപ്പോൾ നമുക്ക് തെലുഗു, കന്നഡ എല്ലാം നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുവഴി നമ്മൾ കൂടുതൽ യൂസേഴ്സിലേക്ക് എത്തുക, അവർക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി വാട്ട് വി ആർ ആക്ച്വലി ലൈക്ക് ഡൂയിങ് ഈസ് എ നോബിൾ തിങ്. വി ആർ ആക്ച്വലി ലൈക്ക് പ്രൊവൈഡിങ് ലൈക്ക് ജോബ്. അതുവഴി കുറേ അധികം ആൾക്കാർ, അവർ മാത്രമല്ല അവരുടെ ഫാമിലിയും രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക, അതുവഴി അവർക്ക് ഇപ്പോൾ അവർ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ലെവലിലേക്ക് അവർ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷൻ. Awesome. Rooting for you guys on that. Next set of questions rapid round ആണ്. Okay. അപ്പോൾ what are some of the books that you recommend to the audience? വായിച്ചിട്ടുള്ളതായാലും. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കൂടുതലും ഗ്രോത്ത് പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ എവൺ എൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു, അതായത് ലൈക്ക് വെൻ ഐ ജോയിൻ എൻട്രി എനിക്കും സത്യം പറഞ്ഞാൽ ഗ്രോത്ത് എന്താണെന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഫിഗർ ഔട്ട് ചെയ്ത് ഞാൻ കൈൻഡ് ഓഫ് ലൈക്ക് എനിക്ക് ഈ ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ദേ ഹാവ് കണക്റ്റഡ് വിത്ത് മീ വിത്ത് ലൈക്ക് കുറേ അധികം ഗ്രോത്ത് മാർക്കറ്റേഴ്സൊക്കെ ആയിട്ട്, എസ്പെഷ്യലി ലൈക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ഗ്രോത്ത് മാർക്കറ്റേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എവരി വൺ ഒരു ബുക്ക് സജസ്റ്റ് ചെയ്തത് ഹാക്കിംഗ് ഗ്രോത്ത് ബൈ സീൻ എലീസ് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ബുക്ക് ഹൈലി റെക്കമെൻഡബിൾ ആണ്. ഇവൻ ഞാൻ എസ്പെഷ്യലി ലൈക്ക് എനിക്ക് ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ബുക്കാണ്. എൻ്റെ ടീമിലുള്ള എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അത് ഒബ്വിയസ്ലി ലൈക്ക് ക്യാൻ ബി സൈറ്റ് ആസ് ലൈക്ക് ഒരു ബൈബിൾ ഓഫ് ഗ്രോത്ത് ഹാക്കിംഗ് എന്നുള്ള രീതിയിൽ തന്നെ
പറയാവുന്നതാണ്. പിന്നെ ഒബ്വിയസ്ലി ലൈക്ക് ഈ പ്രൊഡക്റ്റ് പെർസ്പെക്റ്റീവിലൊക്കെ ഹുക്ഡൊക്കെ ആ നല്ല രീതിയിൽ എസ്പെഷ്യലി ലൈക്ക് ഇനീഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻസിനെല്ലാം ഹുക്ഡ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ ഏതൊക്കെ ബുക്സാണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത്? ഇപ്പോൾ കുറച്ചും കൂടി ഈ പേഴ്സണൽ ഫിനാൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിലൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ട്. ഞാൻ പുസ്തകങ്ങളെക്കാളും കൂടുതൽ ഓഡിയോ ബുക്സ് ആണ്. ഓഡിയോ ബുക്സ് ആണെങ്കിലും ഒബ്വിയസ്ലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൈക്കോളജി ഓഫ് മണി അങ്ങനത്തെയൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കാറുണ്ട്. പോഡ്കാസ്റ്റ് ഒബ്വിയസ്ലി KPH പോഡ്കാസ്റ്റ് ആണ് ഇപ്പോൾ കുറേ കാലമായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്യാറുണ്ട്. നമ്മുടെ കൂടുതലും ലൈക്ക് നാട്ടിലേക്ക് പോകുന്ന വീക്കെൻഡ് ഡ്രൈവ്സിലാണ് കൂടുതലും പോഡ്കാസ്റ്റുകളൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി ലൈക്ക് KPH പോഡ്കാസ്റ്റിൽ അതിലൊന്നു തന്നെയാണ്. വേറെ നിഖിൽ കമ്മത്തിൻ്റെ ഒക്കെ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ട്. പിന്നെ കുറേ അധികം ഇപ്പോൾ ചില പോഡ്കാസ്റ്റുകളൊന്നും എനിക്ക് പേര് ഓർമ്മയില്ലെങ്കിൽ പോലും ഇങ്ങനെ സ്പോട്ടിഫൈയിൽ ലൂപ്പായിട്ട് പോവാ. അപ്പോൾ ഒരു ആവറേജ് ഡേ ഇൻ ശരത് ലൈഫ് എങ്ങനെയായിരിക്കും? എത്ര മണിക്ക് എഴുന്നേക്കും? എങ്ങനെയാണ് ലൈഫ്? ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ബേബി ഉണ്ടല്ലോ, അപ്പോൾ അത് ഒബ്വിയസ്ലി മാറിയിട്ടുണ്ടാവും. ബട്ട് അതർവൈസ് എങ്ങനെയായിരിക്കും ഒരു ബേബി ഉള്ളത്? ഇപ്പോൾ അവളുടെ വീട്ടിലാണല്ലോ. ഇനി ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഒബ്വിയസ്ലി കംപ്ലീറ്റ് റൂട്ടീൻസ് ചേഞ്ച് ആവും. എവൻ ഞാനങ്ങനെ ഒരു ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. ബട്ട് എഗെയിൻ ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് നമ്മളൊരു ചലഞ്ചൊക്കെ വെച്ചിട്ട് ഇപ്പം ഞാൻ അത്യാവശ്യം വണ്ണുണ്ട്. പക്ഷേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇത്ര ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഏകദേശം ഈ ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ലോസ് ചലഞ്ചും അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് അഗെയിൻ എനിക്കും ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഞാൻ ഭയങ്കര കുറച്ച് മടിയനും കൂടിയാണ്. ബട്ട് അഗെയിൻ മോർണിംഗ് എന്തായാലും ഒരു 7-8 ആ റേഞ്ചിലൊക്കെയാണ് എണീക്കാറുള്ളത്. ഓഫീസ് ഏകദേശം ഒരു 10-10:30 ആണ്. ആ സമയത്ത് എത്തും. അവിടുത്തെ ഒരു ഡേ ഇൻ ലൈഫ് എങ്ങനെയായിരിക്കും? ഓഫീസിൽ കൂടുതലും ലൈക്ക് മോർണിംഗ് അവേഴ്സ് കൂടുതലും ലൈക്ക് മീറ്റിംഗ്സ് ആണ്. എൻ്റെ മോസ്റ്റ്ലി ലൈക്ക് സ്റ്റാർട്ടിങ് മുതൽ കൂടുതലും മീറ്റിംഗ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു വല്ലാതെ ഒരുപാട് ഡീപ്പ് അവേഴ്സ് വേണ്ട സമയത്ത് ചില സമയങ്ങളിൽ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തിട്ട് ഓഫീസിൽ പോകുന്ന സിറ്റുവേഷൻസും ഉണ്ടാകും. അല്ലാന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് മീറ്റിംഗ് റൂംസിൽ പോകേണ്ടി വരും. ബട്ട് മോസ്റ്റ്ലി ലൈക്ക് വർക്ക് മീറ്റിംഗ്സ് തന്നെയാണ്. കണ്ടിന്യൂസ്ലി മീറ്റിംഗ്സും കാര്യങ്ങളും തന്നെയാണ് പോകാറുള്ളത്. തിരിച്ചു വന്നിട്ട് എത്ര മണിക്ക് ഉറങ്ങും? എങ്ങനെയാണ് എൻ്റെ ഒരു ഉറക്കം? ഒബ്വിയസ്ലി ഒരു 11-12 ഒക്കെ ആ സമയത്തൊക്കെയാണ് ഉറങ്ങാറുള്ളത്. ഓക്കെ. പിന്നെ ഈ KPH പോഡ്കാസ്റ്റ് പറഞ്ഞ എന്തോ പറയാമെന്നല്ലോ. പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജിമ്മും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേബി ആയതും ഇപ്പോൾ ഇനീഷ്യലി വൈഫിൻ്റെ ആ പ്രഗ്നൻസി സമയത്തൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. ഷീ വാസ് ഓൾസോ ലൈക്ക് ആളും വർക്ക് ചെയ്യുന്നുണ്ട് കൊച്ചിയിലായതുകൊണ്ട് അതായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് കൺസിസ്റ്റൻ്റ് അല്ലായിരുന്നു. ഇപ്പോൾ ബാക്ക് ടു ട്രാക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമും കൂടിയാണ്. നമ്മളന്ന് സംസാരിച്ച സമയത്ത് അന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ പതുക്കെ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. പതുക്കെ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോർമലി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ചലഞ്ച് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ജിമ്മിലൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 10 കിലോ കുറച്ചായിരുന്നു. ക്ലോസ് ടു 10 കിലോ കുറച്ചായിരുന്നു. ആ ചലഞ്ച് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അത് നേരെ വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ സത്യം പറഞ്ഞാൽ അത് ചലഞ്ച് എന്നുള്ളതിനേക്കാളും ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐഡിയലി വേണ്ടത്. അപ്പോൾ അതിലേക്കുള്ള ട്രൈ ആണ്. അവിടെ ലൈഫിലാണെന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ലൈക്ക് ഹാബിറ്റ്സ് കൊണ്ടുവരിക, അത് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ AI ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്? ഒബ്വിയസ്ലി GPT അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്റേണലി എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ AI ടൂൾസ് എന്തെങ്കിലും? ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ ലാംഗ്വേജിലായതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി നമുക്ക് ഇതുവരെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒബ്വിയസ്ലി even we are using like ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജസിലും കോപ്പി എഴുതാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സ്റ്റിൽ കമ്പയർ ടു ആ ഒരു ഹ്യൂമൻ ടച്ച് ഒബ്വിയസ്ലി വേണം നമ്മുടെ കോപ്പീസിനെല്ലാം. അപ്പോൾ അത് കാരണം കംപ്ലീറ്റ്ലി അത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് അഗെയിൻ സ്റ്റിൽ ലൈക്ക് വി ആർ യൂസിങ് ദാറ്റ്, എസ്പെഷ്യലി അത് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇനീഷ്യൽ ഐഡിയാസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റിൽ ലൈക്ക് വി ആർ യൂസിങ്. എങ്ങനെയൊക്കെ പ്രോംപ്റ്റ് ചെയ്യാറ്?
അതെനിക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ ലൈക്ക് ശരത്ത് എന്തൊക്കെ പ്രോംപ്റ്റ്? കോപ്പിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കോപ്പി ടീം തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക. ഇത് നമ്മുടെ മാർക്കറ്റിംഗ് ടീംസാണ് ഹാൻഡിൽ ചെയ്യുക. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഒബ്വിയസ്ലി അനാലിസിസിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഇപ്പോൾ ഡാറ്റ അനാലിസിസോ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമ്പയിൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് അനാലിസിസൊക്കെ ആയിട്ട് അതിന്റെ PDF എടുത്തിട്ട് അല്ലെങ്കിൽ CSV എടുത്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഡാറ്റ എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ. സ്റ്റിൽ ഞങ്ങളതിൽ കുറേ അധികം ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ലൈക്ക് ഇംപ്രൂവ് ഇപ്പോൾ ടീമിൻ്റെ എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ആർ 100 people. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ലൈക്ക് ഒരു പേഴ്സ്പെക്റ്റീവിൽ ലൈക്ക് വി ആർ ഗിവിങ് ലൈക്ക് ജോബ് ടു 100 people ലൈക്ക് ഗ്രോത്ത് പേഴ്സ്പെക്റ്റീവ്. പക്ഷേ ഞാനത് ആ ഒരു ആംഗിളിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഫ്രം എ കമ്പനി പോയിന്റ് ഓഫ് വ്യൂ എസ്പെഷ്യലി ലൈക്ക് വെൻ വി ലുക്ക് അറ്റ് ദ സസ്റ്റൈനബിലിറ്റി പാർട്ട് അറ്റ്ലീസ്റ്റ് ലൈക്ക് ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് ഒരു ഇപ്പോൾ നമ്മുടെ റവന്യൂ അറ്റ്ലീസ്റ്റ് ലൈക്ക് ഡബിൾ ആണ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം വരെ ഹയർ ചെയ്യാതെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒബ്വിയസ്ലി ഇതുപോലത്തെ ടൂൾസും ഓട്ടോമേഷൻസും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി കുറേ അധികം ഓട്ടോമേഷൻസും എല്ലാം വെച്ചിട്ട് ടീമിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാൾ കൊണ്ടുവരുന്ന പെർ ടീം മെമ്പർ റവന്യൂ എങ്ങനെ കൂട്ടാം എന്നുള്ള പേഴ്സ്പെക്റ്റീവ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ P&L രീതിയിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ഒരു ഫണ്ടമെന്റൽ തോട്ട് പ്രോസസ് എങ്ങനെയാണ്? ഒബ്വിയസ്ലി ലൈക്ക് ഫസ്റ്റ് തിങ് എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ എഫിഷ്യൻ്റ് ആക്കുക എന്ന് പറയുന്ന സമയത്ത് even മാർക്കറ്റിംഗ് പേഴ്സ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിലും ടീം പേഴ്സ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ എഫിഷ്യൻ്റ് ആക്കുക. അപ്പോൾ ടീം പേഴ്സ്പെക്റ്റീവിൽ ഇതുപോലത്തെ ടൂൾസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, അതായത് അവർ ചെയ്യുന്ന അവരെ കൊണ്ട് ഒരാളെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുക എന്നുള്ളതല്ല, അവരെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ടെക്നോളജി കൂടുതൽ അവർക്ക് കൊടുക്കുക, അതിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ മാനുവൽ ടാസ്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ് ദേ ക്യാൻ ആക്ച്വലി ലൈക്ക് ഫോക്കസ് ഓൺ ദ ഇംപ്ലിമെൻറ്റേഷൻ, അല്ലെങ്കിൽ ആ ക്യാമ്പയിൻ ബേസിക്കലി ഡിസൈൻ ചെയ്യുന്നതിനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും കൂടുതൽ ഫോക്കസ് ചെയ്യാം. അവർ ഈ പറഞ്ഞ പോലെ കുറേ അധികം മാനുവൽ ടാസ്കുകൾ മാക്സിമം കുറയ്ക്കുക. അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവിലെല്ലാം നമ്മൾ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ടീമിൻ്റെ എഫിഷ്യൻസി കൂട്ടും, ഇവൻച്വലി നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടും. എലോങ് വിത്ത് ദാറ്റ് മാർക്കറ്റിംഗ് പേഴ്സ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി മെഷർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് എവിടെ നിന്നാണ് റിട്ടേൺസ് കിട്ടുന്നത് ആ ചാനൽസിൽ കൂടുതൽ ഡബിൾ ഡൗൺ ചെയ്യുക. ഓരോ രൂപ സ്പെൻഡ് ചെയ്യണ സമയത്തും അതിന്ന് അറ്റ്ലീസ്റ്റ് ഇത്ര രൂപ റിട്ടേൺസ് കിട്ടുന്നുണ്ട് എന്നുള്ള. ഇപ്പോൾ ചിലപ്പോൾ അതിപ്പോൾ ബ്രാൻഡിങ്ങിലൊക്കെ സ്പെൻഡ് ചെയ്യണ സമയത്ത് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ റിട്ടേൺസ് കിട്ടിയെന്ന് വരില്ല. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്ര വിസിബിലിറ്റി അല്ലെങ്കിൽ റീച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പം എസ്പെഷ്യലി അവിടെ സ്പെൻഡ് ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മളത് ബാക്കിലോട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ സ്പെൻഡിങ് ലൈക്ക് 1 lakh rupees ഇൻ എ ചാനൽ, നമ്മൾ അത് സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറ്റ്ലീസ്റ്റ് ലൈക്ക് നമുക്കൊരു കാൽക്കുലേഷൻ വേണം. ഇഫ് യു ആർ സ്പെൻഡിങ് ലൈക്ക് 1 lakh, അറ്റ്ലീസ്റ്റ് ലൈക്ക് വി നീഡ് ലൈക്ക് ഈ ഒരു ഇംപ്രഷനാണ്. ഇപ്പോൾ അത് ഓരോ ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് അവർ ഒബ്ജക്റ്റീവ് ഈസ് ടു ഗെറ്റ് ലൈക്ക് ലീഡ്സ് ഓർ റവന്യൂ, ഒബ്വിയസ്ലി ലൈക്ക് വി ഷുഡ് ആക്ച്വലി ലൈക്ക് കാൽക്കുലേറ്റ് ദ ROI ആസ് വെൽ. അപ്പോൾ എത്രത്തോളം ROI കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ആ ചാനൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് എൻ ഇൻഫ്ലുവൻസർ, ആ ഇൻഫ്ലുവൻസർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഇൻഫ്ലുവൻസറിന് എത്രത്തോളം നമ്മുടെ ഓഡിയൻസുമായിട്ട് അവരുടെ ഓവർലാപ്പ് ഉണ്ട്, കസ്റ്റമർ ഓവർലാപ്പ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സാക്ട് ചില കേസിലൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യൂട്യൂബിൻ്റെ ഒക്കെ അനലറ്റിക്സ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചില കേസിൽ എല്ലാം എന്നല്ല ഇപ്പോൾ നമുക്ക് അനലറ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ബട്ട് അഗെയിൻ പോയിന്റ് ഇത്രയേ ഉള്ളൂ, അത് വെച്ചിട്ടൊരു ബാക്ക് കാൽക്കുലേഷൻ നടത്തിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1,00,000 രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അതിന് സേ ഒരു 1,00,000 വ്യൂസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ 10K ആൾക്കാരായിരിക്കും നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ആ 10Kയിൽ സേ ഒരു 100 ലീഡ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. 100 ലീഡ്സിന് ചിലപ്പോൾ 10 കൺവേർഷൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആ 10 കൺവേർഷൻ കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് ഈ 1,00,000 ROI മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ബാക്ക് കാൽക്കുലേഷൻ നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യണം. അത് എവൻ ഒബ്ജക്റ്റീവ് ലീഡോ അല്ലെങ്കിൽ റവന്യൂ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബ്രാൻഡ് അവയർനെസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി അറ്റ്ലീസ്റ്റ് ലൈക്ക് നമുക്ക് ഇത്ര വ്യൂസ് എങ്കിലും കിട്ടണം അല്ലെങ്കിൽ ഇത്ര ആൾക്കാരിലേക്ക് എത്താൻ പറ്റണം എന്നുള്ളൊരു കാൽക്കുലേഷൻ എപ്പോഴും വേണം സ്പെൻഡ് ചെയ്യണ സമയത്ത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ലൈക്ക് P&L പെർസ്പെക്റ്റീവിൽ മാക്സിമം സിസ്റ്റംസ് എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. മേക്ക് സെൻസ്. പിന്നെ വൺ ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ KPH മാഫിയ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ മെമ്പറും ആണല്ലോ. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആദ്യത്തെ ഒരു 90 days ഒരു മാർക്കറ്ററെ ഹയർ ചെയ്യുമ്പോൾ ആ ഒരു ടു മേക്ക് ഇറ്റ് വെരി ഗുഡ് സക്സസ്ഫുൾ ഹയർ എന്തൊക്കെ രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോസസ്സാണ്? ഞങ്ങളുടെ കേസിൽ ഇപ്പോൾ എസ്പെഷ്യലി അത്യാവശ്യം ഒരു ഫാസ്റ്റ് പേസിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ടൈം എടുക്കാൻ പറ്റാറില്ല. കാരണം പലപ്പോഴും റീപ്ലേസ്മെൻ്റ് ഒക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് ഓൺ ബോർഡ് ചെയ്യേണ്ടി വരും. ബട്ട് മേജറായിട്ട് 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. ഒന്ന് ആ പെർട്ടിക്കുലർ കാറ്റഗറീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. എലോങ് വിത്ത് ദാറ്റ് ലൈക്ക് ആൾ ചെയ്യുന്ന ഇതിൽ നമ്മുടെ ഒരു പ്ലേ ബുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു TM സ്ട്രാറ്റജി ഉണ്ടായിരിക്കും. അതെന്താണെന്നുള്ളത് ക്ലിയർലി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൺ ജോബ് ട്രെയിനിങ് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ലൈക്ക് ഫസ്റ്റ് 90 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ടീം മെമ്പറിന് നമ്മളെ മനസ്സിലാക്കാനും നമുക്ക് ആ ടീം മെമ്പറെ മനസ്സിലാക്കാനുള്ള ടൈം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീഡ്ബാക്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ആളുടെ സൈഡിൽ നിന്ന് ചിലപ്പോൾ മിസ്റ്റേക്സോ അല്ലെങ്കിൽ വരാം, പക്ഷേ അത് നമ്മൾ പ്രോപ്പർലി ആ ഫീഡ്ബാക്സ് കൊടുത്തിട്ട് ആൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് പ്രോപ്പർലി ആ 90 days ആൾക്കാരെ ഒബ്സർവ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആളെവിടെയാണ് നമുക്കൊരു ഐഡിയ കിട്ടും. ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ആളെവിടെയാണ് ലാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ട്രെയിനിങ്സും കാര്യങ്ങളും. ഇപ്പോൾ എസ്പെഷ്യലി ഫങ്ഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ PLGയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആൾക്ക് അത്ര സ്കിൽ സെറ്റ് ഇല്ല, അല്ലെങ്കിൽ പെർഫോമൻസിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ആഡ്സിൽ ആൾക്ക് ഇല്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പെർട്ടിക്കുലർ കാറ്റഗറീനെ അതിൽ അത്യാവശ്യം സ്കിൽ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓൺ ദ ഗോയിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ ആളോട് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ആ ലെവലിലുള്ള ഇതിലെല്ലാം സ്പൂൺ ഫീഡിങ് എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം നമുക്ക് അതിനുള്ള കുറേ റിസോഴ്സ് കൺസ്ട്രെയിൻസും ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഫീഡ്ബാക്സ് കൊടുക്കുക, അതിനുള്ള റിസോഴ്സസ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കുറേയൊക്കെ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കേസിൽ ഓൾറെഡി ഫിഗർഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർ ടീമിലുണ്ട്. അപ്പോൾ ദേ വിൽ ആക്ച്വലി ലൈക്ക് പ്രൊവൈഡ് ദ ട്രെയിനിങ്. മേക്ക് സെൻസ്. അണ്ടർസ്റ്റുഡ്. ഈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഇത് ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്സ് ആണ്. KPH പോഡ്കാസ്റ്റ് എല്ലാ ഗസ്റ്റിനോട് ചോദിക്കുകയാണ്. ഹെൽത്തിനെ പറ്റി കുറച്ച് പറഞ്ഞിരുന്നു. വാട്ട് അബൌട്ട് ദ വെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ്? ഹൗ ഡു യു പ്രയോറിറ്റൈസ് ദോസ് തിങ്സ് ഇൻ യർ ലൈഫ്? ഇപ്പോൾ വെൽത്ത് ആസ് ഇൻ എവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ? സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഡു യു സ്പെൻഡ് മണി ഓൺ? ഹൗ ഡു യു ലിവ്? അങ്ങനെ സംസാരിക്കാം. പറഞ്ഞോ. അപ്പോൾ എൻട്രി തുടങ്ങിയ സമയത്ത് യു മേ ഹാവ് ബീൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് യുവർ ജോബ്. ഇപ്പോൾ ഒരു ഫുൾ ടൈം 8 years ആയിട്ടുണ്ട്. പിന്നെ ഈ സോപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ കറൻ്റ്ലി എങ്ങനെയാണ് വെൽത്ത് ഈസ് ബീങ് ബിൽഡഡ് ഔട്ട്? ഒബ്വിയസ്ലി ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് സാലറി ഒന്നും അല്ലായിരുന്നു, എത്രത്തോളം എക്സ്പോഷർ കിട്ടുക എന്നുള്ളത്, പണി പഠിക്കാൻ പറ്റുമോ, പണി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ബട്ട് ഒബ്വിയസ്ലി വെൽത്ത് ഈസ് ഓൾസോ ലൈക്ക് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ അത്യാവശ്യം ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാളും ഞാൻ ആക്ച്വലി ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ അധികം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ സേവിങ്സ് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാലറി കിട്ടുന്ന സമയത്ത് ഒരേ എമൗണ്ട് അതിന്ന് മാറ്റി നിർത്തിയിട്ട് അത് നമ്മുടെ സാലറി അല്ല എന്നുള്ളത് കൺസിഡർ ചെയ്യും. ആ ഒരു എമൗണ്ട് മാറ്റി നിർത്തി ബാക്കിയാണ് നമ്മുടെ സാലറി എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവൻ എനിക്ക് എൻ്റെ 27ാമത്തെ വയസ്സിൽ എനിക്കൊരു വീട് വെക്കാൻ പറ്റി. 27 അത് കഴിഞ്ഞപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം എസ്പെഷ്യലി എവൺ അത് ഈസോപ്പാണെന്നുണ്ടെങ്കിലും അതിന് ഇപ്പോൾ എവൺ മാരേജ് സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ചെറിയൊരു എക്സിറ്റ് സെക്കൻഡറി എക്സിറ്റിൽ എൻ്റെ കല്യാണത്തിന് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എവൺ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്, നമുക്ക്
നമ്മുടെ ഗോളിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതേപോലെ ലോങ് ടേം ആയിരിക്കാം ഷോർട്ട് ടേം ആയിരിക്കാം, എന്താണെന്നുണ്ടെങ്കിലും അതിന് ഒരു മന്ത്ലി ഇത്ര എമൗണ്ട് മാറ്റി വയ്ക്കാം. അത് അതിന് ശേഷമുള്ളത് മാത്രം നമ്മുടെ സാലറി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഫിലോസഫിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈവൻ അതാണ് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിലേഷൻഷിപ്പിനെ പറ്റി പറയാനാണെങ്കിൽ മേ ബി ടോക്ക് അബൌട്ട് യുവർ വൈഫ്, ഫ്രണ്ട്സ്, അതർ പീപ്പിൾ, മേ ബി യു ക്യാൻ ഗിവ് എ ഷൗട്ട് ഔട്ട് ആൻഡ് യു നോ. എൻ്റെ വൈഫ് ഷീസ് ആക്ച്വലി ലൈക്ക് ആളും ഡെവലപ്പറാണ്, പൈത്തൺ ബാക്ക് എൻഡ് ഡെവലപ്പർ. മാർക്കറ്റും ഡെവലപ്പറാണല്ലോ. അപ്പോൾ ഞങ്ങൾ നോർമൽ അറേഞ്ച്ഡ് മാരേജ് ആണ്. ആളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ടെക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് കുറച്ചും കൂടി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണമുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളതും. നേരെ തിരിച്ചു നമുക്കത് ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് കാരണം ആൾ അത്യാവശ്യം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയൊരാളും കൂടി വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് സന്തോഷവും ഒക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു 1.5 hours ആയിട്ട് നമ്മൾ ശരത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ആൻഡ് എൻട്രി എങ്ങനെ ഗ്രോ ചെയ്തു ഫ്രം 0 to ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജിൽ. ആൻഡ് താങ്ക് യു ശരത് ഫോർ ജോയിൻ ദി KPH പോഡ്കാസ്റ്റ്. ആൻഡ് ഈ ഒരു എപ്പിസോഡ് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ബി ഇറ്റ് ഫോർ സമൺ ബിൽഡിംഗ് ഓൺ എ B2C കൺസ്യൂമർ പ്രൊഡക്റ്റിലാണെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ക്യാൻ ബി എ മാസ്റ്റർ ക്ലാസ് എന്ന് പറയാം. ഒരു ഗ്രോത്ത് മാസ്റ്റർ ക്ലാസ് ആണ്. അപ്പോൾ താങ്ക് യു അഗെയിൻ ഫോർ കമ്മിങ് ഓൾ ദ വേ ആൻഡ് യു നോ ഡൂയിങ് ദി എപ്പിസോഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫെലിക്സ്. താങ്ക് യു. ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ കെയർ റെവന്യൂ എന്ന കമ്പനിയാണ്. കെയർ റെവന്യൂ എന്ന് പറയുകയാണെങ്കിൽ കെയർ സ്റ്റാക്ക് എന്ന കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആണ്. കെയർ സ്റ്റാക്കിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആയിട്ടുള്ള അർജുൻ സതീഷ് ആയിട്ട് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ചെക്ക് ഇറ്റ് ഔട്ട്. കെയർ റെവന്യൂ ഡെന്റൽ പ്രാക്ടീസസിന്റെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസ് ആൻഡ് റവന്യൂ മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അത് കേരളത്തിൽ നിന്നാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് സെല്ലിംഗ് ഗ്ലോബലി ഫ്രം കേരള. ഇവരുടെ ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ട്. വേറെ പുതിയൊരു ഓഫീസ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തായിട്ട് വരുന്നുണ്ട്. ആൻഡ് ദേ ആർ ഗ്രോയിങ് റിയലി റിയലി വെൽ. അപ്പോൾ ഇവർ ഹയറിംഗ് ആണ്, പല പോസ്റ്റുകളായിട്ട് ഹയറിംഗ് ആണ്. ഞാൻ ഈ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാം ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഒപ്പം തന്നെ കെയർ ഹാക്കത്തോൺ ഒരു ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. സോ മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് നൗ ബാക്ക് ടു ദി വീഡിയോ.